സുന്ദരീസ്, എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖല്ലേ? അങ്ങനെ നമ്മൾ ഫൈനലി ചാരി ഇരുന്നിട്ട് പറയാട്ടോ, 2024 റീവൈൻഡ്. അങ്ങനെ റീവൈൻഡ് അങ്ങനെ പറയാൻ മാത്രമുള്ളതല്ല. ഞാൻ എൻ്റെ പേഴ്സണലായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ അങ്ങനെയൊക്കെ നമുക്ക് ചുമ്മാ ഒരു ചിറ്റാറ്റ് പോലെ അങ്ങ് സംസാരിക്കാം. ഞാൻ കുറച്ച് കാര്യങ്ങൾ എഴുതി വെച്ചിട്ടുണ്ട്, പക്ഷെ എനിക്ക് എത്ര കണ്ടും പുതിയ കാര്യങ്ങൾ പറയാനുണ്ടെന്ന് അറിയില്ല. കുറച്ച് അതായത് 2025 ഞാൻ പ്ലാൻ ചെയ്യുന്ന അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ ഉണ്ട് പറയാനായിട്ട്, മെയിനായിട്ട്. പക്ഷെ ഈ കഴിഞ്ഞതായിട്ട് ഞാൻ പഠിച്ച കാര്യങ്ങൾ എനിക്ക് തോന്നുന്നു കുറച്ചൊക്കെ ഉണ്ടാവുള്ളൂ പുതിയതായിട്ട്. അല്ലാണ്ട് വേറെ എനിക്ക് ഒരു വഴിത്തിരിവായിട്ടുള്ള കാര്യങ്ങൾ എന്ന് പറയാൻ അങ്ങനെ ഒരുപാടൊന്നും ഇല്ല കേട്ടോ. നമ്മൾ ജസ്റ്റ് ഒരു ചിറ്റാറ്റ് വീഡിയോ പോലെ അങ്ങനെ എടുത്താൽ മതി. അപ്പോൾ ഈ 2024 എനിക്ക് ഏറ്റവും അധികം സന്തോഷവും സമാധാനവും തന്നിട്ടുള്ളൊരു സാധനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അത് എത്ര പേർക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റും ഞാനിങ്ങനെ പറയുമ്പോൾ കുറച്ചധികം പേര് നമ്മുടെ ചാനൽ ഫാമിലിയിലുള്ളവർക്ക് പിന്നെയും ഇപ്പോൾ കുറെ പേര് അങ്ങനെ മനസ്സിലാക്കി വരുന്നവരുണ്ട്. കാരണം ആദ്യമൊന്നും ഞാൻ വർക്ക്ഔട്ടിനെ കുറിച്ച് പറയുമ്പോൾ പലർക്കും റിലേറ്റ് ചെയ്യാൻ പറ്റാറില്ല. കാരണം വർക്ക്ഔട്ട് ചെയ്യുന്നവർ പലരും എൻ്റെ വീഡിയോസ് ഒന്നും അങ്ങനെ കണ്ടിരുന്നില്ല, അങ്ങനെ വേണം പറയാനായിട്ട്. അപ്പം നമ്മൾ അത് ഒരേ കാര്യം ചെയ്യുന്നവർക്കല്ലേ അത് കൂടുതൽ റിലേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. പക്ഷെ ഇപ്പം അങ്ങനെയല്ല കേട്ടോ, കുറേ പേർക്ക് ഞാനായിട്ട് കണക്ട് ചെയ്യാൻ പറ്റുന്നുണ്ട്. അപ്പോൾ നമ്മൾ അങ്ങനെ സംസാരിക്കാറുണ്ട്, മെസ്സേജസിലാണെങ്കിലും കോമൻസിലാണെങ്കിലും അങ്ങനെ നമ്മൾ സംസാരിക്കാറുണ്ട്. അപ്പോൾ ഈ 2024 എനിക്ക് ഏറ്റവും സന്തോഷം തന്നിട്ടുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, വളരെ കൺസിസ്റ്റന്റ് ആയിട്ട് വർക്ക്ഔട്ട് ചെയ്തിട്ടുള്ള ഒരു വർഷമാണിത്. ബാക്കി വർഷങ്ങളിലൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓൺ ആൻഡ് ഓഫ് ആയിട്ട് ഇടയ്ക്കിടയ്ക്ക് ലീവ് വരുമായിരുന്നു, എസ്പെഷ്യലി നമ്മൾ ഗോവയിൽ നിന്ന് നാട്ടിലേക്ക് വരുമ്പോൾ. അതല്ലെങ്കിൽ തന്നെ ഓരോരോ കാരണങ്ങളും ഉണ്ട്. എസ്പെഷ്യലി ഞാൻ വർക്ക് കൂടുതൽ ചെയ്യുന്ന അങ്ങനെ ചെയ്യാൻ നമ്മുടെ ജോലിയുടെ കാരണങ്ങൾ കൊണ്ട് ഞാൻ കുറെ അവധി എടുക്കുമായിരുന്നു. പക്ഷെ ഈ വർഷം ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്ന കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഫസ്റ്റ് വർക്കൗട്ട് പരമാവധി കേട്ടോ. ജോലി എത്ര ഇമ്പോർട്ടൻ്റ് ആണെങ്കിൽ വർക്കൗട്ടിന് മിസ്സാക്കിയിട്ടുണ്ട്, ഇല്ല എന്നുള്ളതല്ല. പക്ഷെ എന്നാലും ഒരു പ്രയോറിറ്റി എപ്പോഴും വർക്കൗട്ടിന് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ 2024 എൻ്റെ ഏറ്റവും ഹയസ്റ്റ് വെയിറ്റ് ഞാൻ ഹിറ്റ് ചെയ്തു എന്ന് വേണം പറയാനായിട്ട്. അതായത് 48. ഞാൻ ഇതുവരെ എൻ്റെ ലൈഫിൽ 48 കിലോ ആയിട്ടില്ല. പ്രഗ്നൻസി ടൈം ഒഴിച്ചു കഴിഞ്ഞാൽ ബാക്കി എല്ലാ സമയത്തും ഞാനൊരു 42-43 കിലോയിലൊക്കെ ആയിരുന്നു നിന്നിട്ടുണ്ടായിരുന്നത്. പക്ഷെ എനിക്ക് ഇപ്പോൾ വീഡിയോയിൽ കാണുന്നത്ര ചിലപ്പോൾ എന്നെ നേരിട്ട് കാണുമ്പോൾ അത്ര ഒരു വലിപ്പം കണ്ടു വരില്ല. പക്ഷെ ഡ്രാസ്റ്റിക്കലി ഒരു ചേഞ്ച് എനിക്ക് പേഴ്സണലി തോന്നിയിട്ടുണ്ട്. വണ്ണം വെക്കുക വെച്ചാൽ ടോട്ടലി ഒരു വണ്ണം വെക്കലല്ല, കൂടുതലും കൈ, ബാക്ക്. കാരണം ഞാൻ ഗ്ലൂട്ട്സിന് നന്നായിട്ട് വർക്ക്ഔട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ ഞാനിത് സ്റ്റാർട്ടിങ്ങിലേ പറഞ്ഞിട്ടുണ്ടായിരുന്ന കാര്യമാണ്. ഞാൻ വർക്കൗട്ടിലേക്ക് വരുന്നത് തന്നെ എന്റെ കഴുത്തുവേദന കാരണമാണ്. അതല്ലെങ്കിൽ ഞാൻ വർക്കൗട്ട് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ആലോചിക്കുക കൂടി ഉണ്ടായിരുന്നില്ല. കാരണം നമ്മുടെ നാട്ടിൽ അങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ടായിരുന്നില്ലല്ലോ. അതായത് വണ്ണം കുറവാണ്, ഇനിയും ഓടിച്ചാടി ഇനി പോയി വണ്ണം കുറയ്ക്കേണ്ട, അങ്ങനെയല്ലേ നമ്മുടെ നാട്ടിലുള്ളവർ പറയാം. വർക്കൗട്ട് എന്ന് പറയുന്നത്, ജിം വർക്കൗട്ട് എന്ന് പറയുന്നത് ഒരു ഹെൽത്തി ഓപ്ഷൻ ആണ്. അതായത് ഹെൽത്തി ആയിട്ട് ഇരിക്കാൻ വേണ്ടി നമ്മൾ ചെയ്യുന്ന കാര്യമാണ് ഫസ്റ്റ് ഓഫ് ഓൾ. അത് നമുക്ക് വണ്ണം കുറയ്ക്കാനും വണ്ണം കൂട്ടാനും എന്ന് പറയുന്നത് സെക്കൻഡറി ആയിട്ടുള്ള ഒരു കാര്യം അതിനോടൊപ്പം ചേർന്ന് വരുന്നതാണ് എന്നുള്ളതൊക്കെ നമ്മൾ മനസ്സിലാക്കാൻ എത്ര താമസം എടുത്തു അല്ലേ. എന്നാലും ഞാൻ ആ ഒരു കാരണം കൊണ്ട് തുടങ്ങിയതാണ്. പക്ഷെ ഈ വർഷം ഞാൻ പേഴ്സണൽ ട്രെയിനിങ് എടുത്തു. ഞാൻ എൻ്റെ ഹെൽത്തിന് വേണ്ടി പൈസ ഇൻവെസ്റ്റ് ചെയ്തു എന്ന് തന്നെ വേണം പറയാനായിട്ട്. അതിന്റെ ഗുണം എനിക്ക് നല്ലോണം ഉണ്ടായ ഒരു വർഷമാണ്. എനിക്ക് അങ്ങനെ ഒരു ടച്ച് വുഡ് ഹെൽത്ത് വൈസ് ഭയങ്കര നന്നായി പോയൊരു വർഷമാണ്. എനിക്ക് തോന്നുന്നു ഈ വർഷത്തിൽ നോക്കുകയാണെങ്കിൽ ഞാൻ മലേഷ്യയിൽ പോയി വന്ന സമയത്ത് ഒരു പനി വന്നിട്ടുണ്ട് എന്നുള്ളത് ഒഴിച്ചു കഴിഞ്ഞാൽ വേറെ ഹെൽത്ത് വൈസ് എനിക്ക് യാതൊരു വിധത്തിലുമുള്ള ബുദ്ധിമുട്ടുകളും കാര്യങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. ഡയറ്റ് ആണെങ്കിൽ അത്യാവശ്യം നല്ല നീറ്റ് ക്ലീൻ ഡയറ്റ് കുറേയൊക്കെ ഫോളോ ചെയ്യാൻ പറ്റി. പിന്നെ ട്രാവൽ ചെയ്യുമ്പോഴും അല്ലാണ്ട് നമ്മുടെ സന്തോഷങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ഫുഡിങ് കാര്യങ്ങൾ, പൊറോട്ടയും ബീഫ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അതൊക്കെ കഴിക്കില്ല എന്നുള്ളതല്ല, പക്ഷെ ഇൻ ജനറൽ നോക്കുകയാണെങ്കിൽ വീട്ടിലാണെങ്കിൽ എസ്പെഷ്യലി നമ്മളെ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയ സാലഡ്സും അങ്ങനെയൊക്കെ ആയിട്ടുള്ള ഒരു ഹെൽത്തി ഡയറ്റ് ഫോളോ ചെയ്യാൻ പറ്റിയിട്ട് അതാണ് എനിക്ക് 2024 ഞാൻ ഏറ്റവും സന്തോഷമായിട്ട് കാണുന്ന ഒരു കാര്യം. അത് തന്നെ എനിക്ക് 2025 കണ്ടിന്യൂ ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട് കേട്ടോ. എൻ്റെ ഒപ്പം തന്നെ ഒരുപാട് പേര് ഈ വർഷം ജിമ്മിൽ ജോയിൻ ചെയ്യും, കണ്ടിന്യൂസ് ആയിട്ട് വർക്ക്ഔട്ട് ചെയ്തിട്ടുള്ളവരുണ്ട്. ഗുഡ് ജോബ്. പല കാര്യത്തിലും പലതും പറഞ്ഞ് പലരും പിന്തിരിപ്പിക്കാൻ നോക്കും. ഇതുകൊണ്ടൊന്നും വണ്ണം കുറയില്ല എന്ന് പറയും, ഇത് കാരണം വണ്ണം കൂടില്ല എന്ന് പറയും, അങ്ങനെ അല്ലെങ്കിൽ ജിമ്മിൽ പോയിട്ട് ഒരു വ്യത്യാസം കാണുന്നില്ലല്ലോ എന്നൊക്കെ പറയും. ഒന്നും കാര്യമാക്കണം. നമ്മൾ മെയിൻ ആയിട്ട് ജിമ്മിൽ പോകണമെന്നും വർക്ക്ഔട്ട് ചെയ്യുന്നു അല്ലെങ്കിൽ എനി സോർട്ട് ഓഫ് വർക്ക്ഔട്ട് എന്ന് പറയുന്നത് നമ്മുടെ ഹെൽത്തിന് വേണ്ടിയിട്ടാണ്. അസുഖം ഇല്ലാണ്ടിരുന്നാൽ മതി, അങ്ങനെയാണെങ്കിൽ നമ്മുടെ ബോഡി ഹെൽത്തി ആണെന്നുള്ളതാണ്. അതല്ലാണ്ട് വേറെ ഒന്നും നമ്മൾ കണക്കാക്കണ്ട. എനിക്ക് തോന്നുന്നു ഞാൻ എപ്പോഴും എൻ്റെ തലയിൽ എപ്പോഴും എനിക്കുള്ള ഒരു സാധനം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ചെയ്യുക റിസൾട്ട് തനിയെ വരുന്ന എപ്പോഴും വിശ്വസിക്കുന്ന ഒരാളാണ് കേട്ടോ ഞാൻ. അതിപ്പോൾ യൂട്യൂബിൻ്റെ കാര്യത്തിലാണെങ്കിലും ശരി, അല്ല എൻ്റെ ഒരു കരിയർ വൈസ് ആണെങ്കിലും ശരി, ഞാൻ
പണ്ട് 10 വർഷം മുമ്പ് ഓൺലൈൻ ബിസിനസ് തുടങ്ങിയിരുന്നപ്പോഴും അതെ, ഒരു ഇന്നൊരു ലക്ഷ്യം വെച്ചിട്ട് അങ്ങനെയല്ലായിരുന്നു ഞാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. ഒരു ബേസിക് പ്ലാൻ ഉണ്ടാവും, നന്നായിട്ട് പണിയെടുക്കും, ഇവൻച്വലി നമുക്ക് അതിനുള്ള ഗുണം കിട്ടാറുണ്ട്. അത് തന്നെയാണ് ജിമ്മിൽ ഞാൻ വർക്ക്ഔട്ട് ചെയ്ത് തുടങ്ങിയപ്പോൾ എനിക്ക്, അതായത് കഴുത്തുവേദന മാറണമെന്നുണ്ടായിരുന്നു, അതിനപ്പുറം ഞാൻ ഒന്നും ആഗ്രഹിച്ചിരുന്നില്ല കേട്ടോ. പക്ഷെ റെഗുലർ കൺസിസ്റ്റന്റ് വർക്കൗട്ട്, ശരിയാണ് നല്ല ബോഡി പെയിൻ ആണ്, വർക്കൗട്ട് ചെയ്യുന്നവർക്ക് അറിയാം ഡെഡ് ലിഫ്റ്റ് ഒക്കെ ചെയ്യുമ്പോൾ ബുദ്ധിമുട്ട് എന്താന്നുള്ളത്. ഇന്നും കൂടി ഞാൻ ഡെഡ് ലിഫ്റ്റ് 80 കിലോ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പൊ എൻ്റെ ഒരു 48 കിലോ വെയിറ്റ് 80 കിലോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്യാവശ്യം നല്ലതാ. ഞാൻ വർക്കൗട്ട് ചെയ്യണ പോലെ അങ്ങനെ അത് ഞാൻ പറയണില്ല കേട്ടോ. ഞാൻ പ്രോപ്പർ ആയിട്ട് ഒരു ട്രെയിനറെ വെച്ചിട്ട് ഇത്രയും വർഷത്തെ 6 വർഷത്തെ ഒരു എക്സ്പീരിയൻസിലാണ് ഞാൻ ഇത്രയും വെയിറ്റ് എടുക്കുന്നത്. അപ്പോൾ അത് ഞാൻ പറയില്ല കേട്ടോ, ഭയങ്കര റിസ്ക്കിയാണ്, എത്ര വെയിറ്റ് എടുക്കുന്നത് റിസ്ക്കിയാണ്. പക്ഷെ എൻ്റെ ഒരു സന്തോഷം എനിക്ക് അതിനുള്ളൊരു മെന്റലി ആൻഡ് ഫിസിക്കലി എനിക്ക് അതിൽ ഭയങ്കര ഒരു റിസൾട്ട് കണ്ടു എന്നാണ് പറയാട്ടോ. അപ്പൊ ഒന്നും ആഗ്രഹിച്ചില്ലെങ്കിലും നമ്മൾ വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു റിസൾട്ട് കിട്ടുന്നുള്ളത് ഉത്തമ ഉദാഹരണമാണ് ഈ ഞാൻ വണ്ണം വെക്കുന്നത്. എനിക്ക് വണ്ണമല്ല, ശരിക്കും വണ്ണം വെക്കാൻ എളുപ്പമാണ്, കുറെ ഭക്ഷണം കഴിച്ചാൽ ചിലപ്പോൾ വണ്ണം വെക്കുമായിരിക്കും. അങ്ങനെയല്ല, ഹെൽത്തി ആയിട്ട് പ്രോപ്പർ ആയിട്ട് നമ്മുടെ ബോഡിയിൽ വെയിറ്റ് ഗെയിൻ ഒക്കെ ഈ വർഷം ഞാൻ ആഗ്രഹിച്ചിട്ടുള്ള ഒരു സാധനം കൂടിയല്ല കേട്ടോ, അത് തനിയെ വന്നു എന്നുള്ളതാണ്. അതെനിക്ക് സന്തോഷമുള്ള കാര്യമാണ്. ഇപ്പൊ ഞാൻ പറയുന്നത് എനിക്ക് എന്താണ് ഈ വർഷത്തിൽ ഉണ്ടായിട്ടുള്ള കാര്യങ്ങളാണ് കേട്ടോ ഞാൻ ചുമ്മാ പറയണത്. പിന്നെ എനിക്ക് ഈ വർഷത്തിൽ ഒരു വഴിത്തിരിവായിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞാൽ, ഫസ്റ്റ് നമ്മൾ മലേഷ്യയിൽ പോയി. എനിക്ക് അമ്മേനെയും ഉണ്ണീനെയും കൊണ്ട് എങ്ങടെങ്കിലും പോകണമെന്ന് എനിക്ക് ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു, എസ്പെഷ്യലി അമ്മേനെ. ഉണ്ണി പിന്നെ ഞാൻ ഇവൻച്വലി ചേർത്തതാണ്, പക്ഷെ മെയിൻ ആയിട്ട് അമ്മ എനിക്ക് എങ്ങടെങ്കിലും കൊണ്ടുപോകണമെന്ന് എനിക്ക് ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു. 4 ദിവസം മലേഷ്യ പോയിട്ട് അമ്മയ്ക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. എനിക്ക് ആ സന്തോഷമാണ് ഞാൻ മലേഷ്യ പോയി വന്നിട്ട് എനിക്ക് ഏറ്റവും ഫീൽ ചെയ്തൊരു കാര്യം. അമ്മയുടെ ഒരു സന്തോഷം തന്നെയാണ് അതെനിക്ക് ഭയങ്കര ഹാപ്പിനെസ് ഫീൽ ചെയ്തു. ഞാൻ കൊണ്ടുപോയില്ലായിരുന്നെങ്കിൽ എന്തായാലും അമ്മ ഒന്നും അടുത്ത കാലത്തൊന്നും എന്തായാലും പോയില്ലായിരുന്നു. പക്ഷെ അമ്മയ്ക്ക് അത് ഇഷ്ടമായി, പോയി ആ ഒരു രാജ്യം കണ്ടതും ഒക്കെ വളരെ ഇഷ്ടമായിട്ടുണ്ടായിരുന്നു. അപ്പൊ എനിക്ക് ഇനിയാണെങ്കിലും കൂടുതൽ അമ്മയെ കൊണ്ട് പോകണം എന്ന് ആഗ്രഹമുണ്ട്. അപ്പൊ എനിക്ക് ഭയങ്കര ഇഷ്ടമായ കാര്യമാണ്. ഉണ്ണിക്കാണെങ്കിലും എൻ്റെ അനിയനാണെങ്കിലും വളരെ ഇഷ്ടമായിട്ടുണ്ടായിരുന്നു. അതാണ് എനിക്ക് അതിൽ നിന്നുള്ളൊരു സന്തോഷം എന്ന് പറയുന്നത്. നമുക്ക് നമ്മൾ സ്നേഹിക്കുന്നവർക്ക്, നമ്മൾ ഒരുപാട് സ്നേഹിക്കുന്നവർക്ക് വേണ്ടി നമുക്ക് ഇങ്ങനത്തെ കാര്യങ്ങൾ ചെയ്യാൻ പറ്റാവുന്ന അടിപൊളിയല്ലേ. അപ്പൊ അത് പിന്നെ ഞാനും മേഡനെയും ഇമ്മക്കുട്ടിയും കൂടിയിട്ട് നമ്മൾ മഞ്ഞ് പെയ്യണ സ്ഥലം എന്ന് പറയാൻ പറ്റില്ല, എനിക്ക് മഞ്ഞ് വീണ സ്ഥലത്ത് പോകണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു. അതല്ല, മഞ്ഞുള്ള സ്ഥലത്ത് പോയി മണാലിയിൽ പോയി മഞ്ഞത്തൊക്കെ കളിച്ചു. അതാണ് നമ്മൾ ഫാമിലി ആയിട്ടുള്ള ഒരു ട്രിപ്പ് ഉണ്ടായിരുന്നത്. ഡൽഹിയിൽ പോയി അങ്ങനെ ഒരു 10 ദിവസത്തെ ഒരു ലോങ് ട്രിപ്പായിരുന്നു കേട്ടോ, ആനിവേഴ്സറി പ്രമാണിച്ച് നമ്മൾ പോയത്. പിന്നെ പോയത് തായ്ലാൻഡ്. അയ്യോ, അത് ഭയങ്കര അടിപൊളിയായിരുന്നു. ഞാൻ കുറെ കാര്യങ്ങൾ റിയലൈസ് ചെയ്തു. ഒരു സിമ്പിൾ കാര്യം പറയുകയാണെങ്കിൽ സ്നോർക്ലിംഗ് ചെയ്തില്ലേ, എനിക്ക് അറിയാം സ്നോർക്ലിംഗ് അത്ര വലിയ സംഭവം അല്ലായിരിക്കും. പക്ഷെ എനിക്കത് ചെയ്തിട്ട് ഞാനിങ്ങനെ ആ വെള്ളത്തിന് മുണ്ടയ്ക്ക് ഇങ്ങനെ കടന്ന് ഇങ്ങനെ ആകാശത്തേക്ക് ഇങ്ങനെ നോക്കിയപ്പോൾ എനിക്ക് ഭയങ്കര എനിക്കെന്തോ മുന്നോട്ട് എന്തോ ഒരു നല്ലൊരു പ്രതീക്ഷ പോലെ, അങ്ങനെ എനിക്ക് ഭയങ്കര ഒരു വല്ലാത്തൊരു അനുഭവമായിരുന്നു കേട്ടോ. ട്രാവലിംഗ് നമുക്ക് തരുന്ന ഒരു എക്സ്പീരിയൻസ്, അത് നമുക്ക് എല്ലാ സ്ഥലത്തും പോകുമ്പോൾ കിട്ടണമെന്നില്ല, അല്ലെങ്കിൽ നമ്മൾ ഉദ്ദേശിക്കുന്ന സ്ഥലത്ത് പോകുമ്പോഴാവില്ല അത് കിട്ടുക. പെട്ടെന്നാണ് എനിക്ക് തായ്ലൻഡിൽ പോയപ്പോൾ സ്നോർക്ലിംഗ് ചെയ്ത് ആ കിടന്നപ്പോൾ കിട്ടിയ ഒരു എക്സ്പീരിയൻസ് ഇല്ലേ, വേറെ എത്ര സ്ഥലത്ത് പോയിട്ടും എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. ആ ഒരു മനസ്സിന്റെ ആ ഒരു സന്തോഷം, ആ ഒരു പീസ് ഓഫ് മൈൻഡ് എനിക്ക് ആ ഒരു പോയിന്റിൽ തോന്നിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ 4 ഗേൾസ് നമ്മുടെ ഓൺ ഏർണിങ്സിൽ അങ്ങനെ പോയപ്പോൾ ഭയങ്കര സന്തോഷം തോന്നി. നിങ്ങളൊരു റീല് കണ്ടിട്ടുണ്ടാവും കേട്ടോ, അതിൽ 2 പാർട്ടായിട്ടാണ് കാണിക്കുന്നത്. മേളിലത്തെ പാർട്ടിൽ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് യൂട്യൂബേഴ്സ് അവർ 2017 8 വർഷം മുമ്പ് തുടങ്ങിയ യൂട്യൂബേഴ്സിനെയാണ് കാണിക്കുന്നത്. ശരിയാട്ടോ, 17 ഞാൻ 8 അല്ല അതിന് മുന്നേ തുടങ്ങിയതാണ്. അപ്പോൾ ആ സമയത്ത് തുടങ്ങിയ യൂട്യൂബേഴ്സിനെയാണ് കാണിക്കണത്. ആ സമയം അതിന് ശേഷം തുടങ്ങിയിട്ടുള്ള യൂട്യൂബേഴ്സ് അവരുടെ ഇനീഷ്യൽ വീഡിയോസ് കാണിക്കുന്നത്. അപ്പുറത്തെ താഴെ ഒരു കുട്ടി ഇരുന്ന് പഠിക്കുകയാണ്. എന്നിട്ട് കട്ട് ടു ഫ്യൂച്ചറിൽ ഇപ്പോൾ ഈ യൂട്യൂബേഴ്സ് എല്ലാം കാറ് മേടിക്കുന്നു, വീട് മേടിക്കുന്നു. ഇപ്പൊ എന്നെ കാണിച്ചിട്ടുണ്ട്, ഞാൻ മലേഷ്യയിൽ പോകുന്നു. അതേപോലെ തന്നെ എൻ്റെ പിന്നെ ഏതാ ഭാഗം കാണിച്ചിട്ടുള്ളത്, എനിക്ക് തോന്നുന്നു തായ്ലാൻഡിൽ പോയിട്ടുള്ള. അതായത് അങ്ങനെ വെച്ചാൽ യൂട്യൂബേഴ്സ് എല്ലാം സക്സസ്ഫുൾ ആയി. അതേപോലെ പഠിച്ച ആളുകൾ ഇപ്പൊ ഇങ്ങനെ വീട്ടിൽ അടിച്ചു വാരി തുടച്ച് പണിയൊന്നും ഇല്ലാണ്ടിരിക്കണം. ആ രീതിക്കാണ് ആ റീല് കാണിച്ചിട്ടുള്ളത്. അത്ഭുതം എന്ന് പറയട്ടെ, ആ വീഡിയോക്ക് മില്യൺസ് ആൻഡ് മില്യൺസ് ഓഫ് വ്യൂസ് ഉണ്ട്. 1 lakh+ ലൈക്ക് എത്തിയിട്ടുണ്ട് ആ വീഡിയോക്ക്. അപ്പൊ ഇതിന്ന് പല പല കാര്യങ്ങൾ വരുന്നുണ്ട് കേട്ടോ. അപ്പൊ ചിലര് അതില് കമന്റ് ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു, അന്ന് ഈ പഠിക്കണത് വിട്ടിട്ട് യൂട്യൂബ് തുടങ്ങിയാൽ മതിയായിരുന്നു, എന്നാ പിന്നെ ഇങ്ങനെ ആയനെ, നമ്മൾ വെറുതെ പഠിച്ചു എന്നൊക്കെ പറയുന്നവരാണ്. ഞാൻ സിമ്പിൾ ആയിട്ടൊരു കാര്യം പറയാം കേട്ടോ. എന്ത് തന്നെയാണെങ്കിലും, അതിപ്പോ യൂട്യൂബ് ആണെങ്കിലും എന്താണെങ്കിലും നമ്മൾ ഹാർഡ് വർക്ക് ഇല്ലാണ്ടൊന്നും നമുക്ക് കൺസിസ്റ്റന്റ് ആയിട്ട് നിന്ന് പോകാൻ പറ്റില്ല.
ഒരു മഴയിൽ കിളിർക്കുന്ന ചില കാര്യങ്ങൾ ഉണ്ടാവും, ഇല്ലാന്ന് ഞാൻ പറയുന്നില്ല. യൂട്യൂബിൽ തന്നെയാണെങ്കിൽ അങ്ങനെ കുറെ പേരുണ്ടാവും, വൈറലായിട്ടുള്ള പെട്ടെന്ന് വൈറലായിട്ടുള്ള ഒരുപാട് പേരുണ്ട്. നെഗറ്റീവ് പബ്ലിസിറ്റിയിൽ നിന്ന് പോകുന്ന ആളുകളുണ്ടാവും. പക്ഷെ ഞാൻ വിശ്വസിക്കുന്നത് അങ്ങനത്തെ വിജയങ്ങളൊന്നും ശാശ്വതമല്ല എന്ന് വിശ്വസിക്കാൻ ഇഷ്ടപ്പെടുന്ന ഒരാളാണ് ഞാൻ. ഇപ്പൊ മറ്റേ മുകുന്ദനുണ്ണി അതല്ലേ ആ സിനിമ, വിനീത് ശ്രീനിവാസന്റെ സിനിമയിൽ കട്ട നെഗറ്റീവ് ആയിട്ടുള്ള ഒരു മനുഷ്യനാണ്. അപ്പം പുള്ളി സക്സസ്ഫുൾ ആവുന്നുണ്ട്, ശരിയാണ്. പക്ഷെ ഇവഞ്ച്വലി നമുക്ക് എന്താവും നമുക്ക് അറിയാൻ പറ്റില്ല. സക്സസ് എന്ന് പറയാം, അല്ലെങ്കിൽ സക്സസ് എന്ന് പറയട്ടെ, ഒരാളുടെ ഒരു സന്തോഷം എന്ന് പറയുന്നത് അയാൾ എത്ര മനസ്സമാധാനത്തോടു കൂടി ഉറങ്ങുന്നു എന്നുള്ളതിലും കൂടിയാണല്ലോ. അതാണ് മെയിൻ ആയിട്ട് ഞാൻ കണക്കാക്കുന്നത്. പക്ഷെ നമ്മൾ തെറ്റായ വഴിയിലൂടെ പൈസ സമ്പാദിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അത് നഷ്ടപ്പെടുമോ എന്നുള്ള പേടി എന്തായാലും ഉണ്ടാവും. അത് നമ്മൾ ഉറക്കത്തെ ബാധിക്കുന്ന എനിക്ക് തോന്നിയിട്ടുണ്ട് കേട്ടോ. എന്തായാലും ഞാൻ അത് വിടും, നമുക്കിത് പറയാം. ഇപ്പൊ യൂട്യൂബ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇതില് ഇപ്പോഴും നിലനിൽക്കുന്ന കുറച്ച് പേരെ നമ്മൾ കാണുന്നുള്ളൂ. ഇതിൽ തോറ്റുപോയ ഒരുപാട് പേരുണ്ട് ഇല്ലേ, ഒരുപാട് പേരുണ്ട്. അത് നമ്മൾ കണക്കിലെടുക്കുന്നില്ല. യൂട്യൂബ് എന്ന് പറഞ്ഞാലും ഇങ്ങനത്തെ ഈ കോണ്ടന്റ് ക്രിയേഷൻ, സോഷ്യൽ മീഡിയ എന്ന് പറഞ്ഞാൽ ഒന്നും അത്ര എളുപ്പമുള്ള കാര്യമല്ല. എല്ലാത്തിനും അതിൻ്റെതായ ബുദ്ധിമുട്ടുകളുണ്ട്, കഷ്ടപ്പാടുകളുണ്ട്. അപ്പൊ പഠിക്കുക എന്ന് പറഞ്ഞാലും അങ്ങനെ തന്നെ ഒരുപാട് കഷ്ടപ്പാടും ബുദ്ധിമുട്ടും ഒക്കെ ഉണ്ട്. പക്ഷെ എനിക്ക് തോന്നിയിട്ടുള്ള ഒരു കാര്യം എന്ന് വെച്ചാൽ, ഇപ്പൊ നമ്മൾ പഠിച്ചു നേടുന്ന ഒരു കാര്യം ഉണ്ടല്ലോ, അതിന്റെ സക്സസ് റേറ്റ് അങ്ങനെ പാളി പോവാനുള്ള ചാൻസസ് വളരെ കുറവാണ്. പക്ഷെ യൂട്യൂബിലും ഇങ്ങനത്തെ സോഷ്യൽ മീഡിയയിലും അങ്ങനത്തെ കരിയറിലൊക്കെ പാളി പോവാനുള്ള ചാൻസസ് വളരെ അധികം, ഗ്യാരണ്ടി വളരെ കുറവാണ്. പക്ഷെ ഈ അപ്പുറത്ത് ഈ പഠിച്ചിടുന്നതിന് കുറച്ചുകൂടി ഗ്യാരണ്ടി ഉള്ളതായിട്ട് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തിട്ടുണ്ട്. അപ്പൊ എങ്ങനെയാണെങ്കിലും ഏതിനാണെങ്കിലും നല്ല കഷ്ടപ്പാടും ബുദ്ധിമുട്ടും ഉണ്ട്. അപ്പൊ ഞാൻ എന്നെ തന്നെ ഇതാക്കി പുകഴ്ത്തി അങ്ങനെ പറയല്ല കേട്ടോ. ഇപ്പൊ ഞാൻ എൻ്റെ 9 വർഷത്തെ യൂട്യൂബ് കരിയർ എടുക്കുകയാണെങ്കിൽ ഞാൻ കണ്ടിന്യൂസ്ലി ജോലി എടുത്തിട്ടുണ്ട്. എൻ്റെ ഓർമ്മയിൽ ഞാൻ കുറച്ച് നാളൊരു ബ്രേക്ക്, ഈവൻ ആഴ്ചയിൽ ഒരു ദിവസം കൂടി ഞാൻ മുടക്കെടുത്തിട്ടില്ല. ഇപ്പം എൻ്റെ വീട്ടിൽ തന്നെ ഉള്ളവരാണെങ്കിലും ഇപ്പം ഞായറാഴ്ച ദിവസമൊക്കെ ഉച്ചയ്ക്ക് കിടന്ന് ഉറങ്ങും, ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് ഇങ്ങനെ ഉച്ചയ്ക്കൊക്കെ കിടന്ന് ഉറങ്ങും. പിന്നെ ചില ദിവസമൊക്കെ ബ്രേക്ക് എടുത്തിട്ട് പിന്നെ ഇപ്പൊ സോഷ്യൽ മീഡിയയിൽ ഉള്ളവരാണെങ്കിലും ഇല്ലാത്തവരാണെങ്കിലും അതെ കുറേ നേരം ചില്ല് ചെയ്ത് റിലാക്സ് ചെയ്തിരിക്കുന്നവരുണ്ട്. പക്ഷെ ഞാൻ സത്യം പറഞ്ഞാൽ അങ്ങനെ ചെയ്തിട്ടേ ഇല്ല. എന്നെഴുതി നിങ്ങൾ അങ്ങനെ ജോലി ചെയ്യണമെന്നോ ബാക്കിയുള്ളവർ അങ്ങനെ ജോലി ചെയ്യണമെന്നോ ഞാൻ ചെയ്യുന്നത് ശരിയാണെന്നല്ല കേട്ടോ ഞാൻ പറയുന്നത്. മേ ബി ഞാൻ സ്മാർട്ടായിട്ട് ജോലി ചെയ്യാത്തതുകൊണ്ടാവും അങ്ങനെ എനിക്ക് തോന്നിയിട്ടുണ്ട്. പക്ഷെ ഞാൻ അങ്ങനെയാണ് ജോലി ചെയ്തിട്ടുള്ളത്. ഇപ്പൊ ഇത്രയും നാള് നോക്കുകയാണെങ്കിൽ എനിക്കറിയാലോ, എൻ്റെ സോഷ്യൽ മീഡിയ എന്ന് പറയുന്നത് ഞാൻ തന്നെ ഡെവലപ്പ് ചെയ്ത് അങ്ങനെ കൊണ്ടുവന്നിട്ടുള്ള ഒരാളാണ്. എൻ്റെ ഫാമിലി പോലും ഇതിൽ ഇൻവോൾവ് ആയിട്ടുള്ള ആളുകളല്ല, ആരും സ്ഥിരമായിട്ട് അതിൽ വരുന്നവരോ അങ്ങനത്തെ ഒരു കണ്ടന്റ് അല്ല നമ്മുടെ. അപ്പോൾ എന്തായാലും നമുക്ക് എക്സ്ട്രാ എഫേർട്ട് ഇട്ടന്നെ മതിയാവുള്ളൂ. അപ്പോൾ അങ്ങനെ ഇത്രയും നാളത്തെ ഒരു കരിയർ നോക്കുകയാണെങ്കിൽ, ജോലി നോക്കുകയാണെങ്കിൽ ഞാൻ അങ്ങനെ ചില്ല് ചെയ്ത് റിലാക്സ് ചെയ്തിരുന്നിട്ടുള്ള ഉണ്ട്. ട്രാവൽ ചെയ്യാൻ പോകുമ്പോഴാണെങ്കിലും ഒക്കെ, പക്ഷെ അപ്പോഴും നമ്മൾ ജോലി ചെയ്യും. ഞാൻ പറയണത് ജോലിയിൽ നിന്നൊരു ബ്രേക്ക് ഞാൻ എടുത്തിട്ടില്ല. ഉണ്ടെങ്കിൽ തന്നെ എൻ്റെ അച്ഛൻ മരിച്ചിട്ടുള്ള ആ ഒരു കുറച്ച് സമയം മാത്രമേ ഉണ്ടാവുള്ളൂ. അപ്പൊ അത്രയും ജോലി ചെയ്തിട്ടാണ് ഞാൻ ഇപ്പോഴും നിലനിന്ന് പോകണം. ഇപ്പോഴാണെങ്കിലും എനിക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് നാൾ സോഷ്യൽ മീഡിയയിൽ നിന്ന് മാറി നിൽക്കാന്ന് ആലോചിക്കുമ്പോഴേ പേടിയാണ്. അങ്ങനെ മാറി നിന്ന് കഴിഞ്ഞാൽ എനിക്ക് നല്ല പേടിയുണ്ട്, എൻ്റെ കരിയർ അത് എഫക്റ്റ് ചെയ്യും, എൻ്റെ ഫൈനാൻഷ്യൽ സ്റ്റെബിലിറ്റീനെ എഫക്റ്റ് ചെയ്യും. അങ്ങനെ ഒരു പേടി ഡെഫിനറ്റ്ലി ഉണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, പുറമേ നിന്ന് തോന്നുമ്പോൾ ഭയങ്കര എത്ര ഡ്രസ്സ്, എത്ര ഓർണമെന്റ്സ് ആണെങ്കിലും എത്ര അടിപൊളി ഓരോ കാര്യങ്ങളാണ് ചെയ്യണത്, നമുക്ക് എല്ലാവർക്കും ഇഷ്ടമുള്ള കാര്യങ്ങളാണല്ലോ ഇതൊക്കെ ഒരുങ്ങി നടക്കാന്നൊക്കെ പറയണം. പക്ഷെ അതിന്റെ പിന്നിലെ കഷ്ടപ്പാട് ചെറുതൊന്നും അല്ല. അതിന്റെ പിന്നിൽ നമുക്ക് കിട്ടുന്ന കോമന്റ്സ്, ഹെയ്റ്റ് ആണെങ്കിലും അതൊക്കെ നമ്മൾ ഡീൽ ചെയ്ത് നമ്മുടെ മെന്റൽ പീസിനെ നമ്മൾ എങ്ങനെ കൊണ്ടുപോകാന്ന് പറഞ്ഞാൽ എളുപ്പമുള്ള കാര്യമല്ല കേട്ടോ. അപ്പൊ എല്ലാവരും യൂട്യൂബ് സ്റ്റാർട്ട് ചെയ്യാൻ ഇഷ്ടമുള്ളവരാണെങ്കിൽ സ്റ്റാർട്ട് ചെയ്യൂ. അതിപ്പോ അന്ന് തുടങ്ങിയില്ല അതുകൊണ്ട് ഞാൻ ഇവിടെ എത്തിയില്ല എന്ന് പറയുന്നതിൽ കാര്യമില്ലേ. ഇപ്പോഴാണെങ്കിലും നമുക്ക് തുടങ്ങാലോ അല്ലേ. അപ്പൊ അങ്ങനെ ഒന്നും നമുക്ക് ഈ ലോകത്ത് വെറുതെ കിട്ടില്ല, അങ്ങനെ വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. എല്ലാത്തിനും നമ്മൾ കഷ്ടപ്പെട്ടേ മതിയാളൂ, നല്ലോണം കഷ്ടപ്പെടുക ആൻഡ് ഏൺ യുവർ മണി. ആൻഡ് അങ്ങനെ ഏൺ ചെയ്ത് ഞാൻ പോയ 2 ട്രിപ്പാണത്. മലേഷ്യ ആണെങ്കിലും ശരി, തായ്ലാൻഡ് ആണെങ്കിലും എൻ്റെ ലൈഫിലെ 2, അതായത് ഫസ്റ്റ് ഇന്റർനാഷണൽ ട്രിപ്പ് നടന്ന വർഷമാണ്. അതായത് എൻ്റെ ഓൺ പൈസ വെച്ചിട്ട് തന്നെ. അത് കഴിഞ്ഞ വർഷമാണെങ്കിലും എനിക്ക് കാറ് മേടിക്കാം, അത് കഴിഞ്ഞ മുന്നിലത്തെ വർഷമായിട്ട് ടെക്നിക്കലി കഴിഞ്ഞ മുന്നിലത്തെ വർഷം കാറ് മേടിക്കാൻ പറ്റി. അതൊക്കെ എൻ്റെ പൈസ കൊണ്ട് തന്നെയാണ് ഞാൻ മേടിച്ചിട്ടുള്ളത്. അത് യൂട്യൂബിൽ നിന്ന് കിട്ടിയിട്ടുള്ളത് തന്നെയാണ്. അപ്പോൾ വർക്ക് ചെയ്യുക, നന്നായി കഷ്ടപ്പെടുക, പതിയെ നമുക്ക് കിട്ടുന്നതെല്ലാം കിട്ടും. അതിൽ നിന്ന് നമ്മൾ ഓരോ കാര്യങ്ങളൊക്കെ മേടിക്കും. മോണിറ്ററി ബെനിഫിറ്റ് മാത്രമല്ല, നമുക്ക് അതിൽ നിന്ന് കിട്ടുന്ന ഒരു റെസ്പെക്ട് ഉണ്ടല്ലോ. നമ്മുടെ ഫാമിലിയിൽ പോലും പലപ്പോഴും നമ്മുടെ കയ്യിൽ പൈസ ഉണ്ടാകുമ്പോഴേ നമ്മൾ പറയുന്നത് കേൾക്കുള്ളൂ. ഇത് കുറച്ച് പേർക്കെങ്കിലും റിലേറ്റ് ചെയ്യാൻ പറ്റും, എല്ലാവർക്കും പറ്റണമെന്നില്ല, എല്ലാവർക്കും ഒരേപോലത്തെ ഫാമിലി ആവണമെന്നില്ല, വ്യത്യാസം ഉണ്ടാവും. പക്ഷെ കുറെ പേർക്കെങ്കിലും മനസ്സിലാവും നമ്മുടെ കയ്യിൽ പൈസ ഉണ്ടെങ്കിലേ, അല്ലെങ്കിൽ പലപ്പോഴും നമ്മൾ പറയുന്നതിന് വില ഉണ്ടാവുള്ളൂ. അപ്പൊ അതുകൊണ്ട് അധ്വാനിക്കുക,
പൈസ ഉണ്ടാക്കുക, സന്തോഷിക്കുക. അതാണ് ഞാൻ ഈ വർഷം പഠിച്ച വേറൊരു കാര്യം. ലിവ് ഇൻ ദ മൊമെന്റ് എന്ന് പറയില്ലേ. ഞാൻ കഴിഞ്ഞ വർഷം വരെ ഭയങ്കര പിശുക്കി അങ്ങനെ ഒരു ഇതുണ്ടായിരുന്നു. എന്ന് വെച്ചാൽ ഞാൻ എനിക്ക് വേണ്ടി ഒന്നും ചെലവാക്കില്ല എന്ന് വെച്ചാൽ കണ്ടന്റിന് വേണ്ടി ഞാൻ ചെലവാക്കും. പക്ഷെ എനിക്കായിട്ട് ഇതൊക്കെ ചെയ്യുമ്പോൾ എനിക്ക് ഭയങ്കര വിഷമവും ബുദ്ധിമുട്ടൊക്കെ ആയിരുന്നു. ഈ വർഷം അങ്ങനെയല്ല കേട്ടോ. ട്രാവലിങ്ങിനാണെങ്കിലും അല്ല, എനിക്ക് വേണം തോന്നിയ കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ട്. സെൽഫ് ലവ് അത് ഞാൻ കുറെ കൂടി വേണം, അത് നിർബന്ധമായിട്ട് വേണമെന്ന് പഠിച്ചൊരു വർഷമാണ് ഞാൻ. ഹെൽത്തിന് വേണ്ടിയിട്ടാണെങ്കിലും അതല്ല ഉറങ്ങാൻ വേണ്ടിയിട്ടാണെങ്കിലും ഞാൻ രാത്രി ഒരു 7 മണിക്കൂർ എന്തായാലും ഉറങ്ങാൻ ശ്രമിക്കാറുണ്ട്. അല്ലാത്ത സമയങ്ങളുണ്ട്. ഇന്നിപ്പോൾ എന്തായാലും എനിക്ക് അത്ര ഉറങ്ങാൻ പറ്റില്ല. നാളെ രാവിലെ പുലർച്ചെ എനിക്ക് പോകണം. അങ്ങനെ വർക്കിന് വേണ്ടിയിട്ടുള്ള പോയി സമയങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിലും കഴിവതും ഞാൻ ശ്രമിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പം ഗിവ് ടൈം ഫോർ യുവർ സെൽഫ്. നിങ്ങളുടെ ഹെൽത്ത് നിങ്ങൾ തന്നെ ശ്രദ്ധിക്കണം. അതിനിപ്പം കുറേ പേര് എൻ്റെ കമന്റ് സെക്ഷനിലാണെങ്കിൽ നിങ്ങൾ എന്തൊരു സെൽഫിഷാണ്, നിങ്ങൾക്ക് നിങ്ങളുടെ കാര്യം മാത്രമേ ഉള്ളൂ എന്നൊക്കെ പറയുന്നവരുണ്ട്. നിങ്ങളൊരു തള്ളയാണോ എന്നുള്ള രീതിയിൽ പറയുന്നവർ. അങ്ങനെയൊക്കെ എന്തൊക്കെ പറഞ്ഞാലും, ഞാൻ എത്ര സെൽഫിഷാന്ന് പറഞ്ഞാലും അതൊന്നും എനിക്ക് മാറ്റർ ചെയ്യുന്നില്ല. ഞാനാണെങ്കിലും അതായത് ഞാൻ ആഗ്രഹിക്കുന്നത് ഈ ഒരു തരത്തിലൊരു മെസ്സേജ് കൊടുക്കാൻ വേണ്ടിയിട്ട് തന്നെയാണ് എല്ലാവരുടെ അടുത്തും. ഇപ്പൊ എന്നെ കാണുന്ന ആളുകളാണെങ്കിൽ, എൻ്റെ ഫ്രണ്ട്സ് ആണെങ്കിൽ എല്ലാവരോടും എനിക്ക് പറയാനുള്ളത് ടേക്ക് കെയർ ഓഫ് യുവർ സെൽഫ്. അത് സെൽഫിഷ്നെസ് അല്ല, അതൊരു ബെയർ മിനിമം ആണ്. ഹെൽത്തിന് വേണ്ടി ഇൻവെസ്റ്റ് ചെയ്യുക, അതൊരിക്കലും നഷ്ടമാവില്ല. പിന്നെ ലിവ് ഇൻ ദ മൊമെന്റ്. കുറേയൊക്കെ നമുക്ക് വേണ്ടി സേവ് ചെയ്യണം, ഇല്ലാന്ന് ഞാൻ പറയില്ല കേട്ടോ. നമുക്ക് ആവശ്യമുണ്ട്, പക്ഷെ കുറച്ചൊക്കെ നമുക്ക് വേണ്ടിയിട്ടും ജീവിക്കാം കേട്ടോ. ഓക്കെ, വർക്ക് ഹാർഡ്. അതെപ്പോഴും ഞാൻ പറയണത്. ഞാൻ പറഞ്ഞില്ലെങ്കിൽ നിങ്ങൾക്ക് അറിയാം, നന്നായി പണിയെടുക്കുക, പൈസ സമ്പാദിക്കുക, ചില്ലിയ. ഓക്കെ, അതാണ് വേറൊരു കാര്യം. പിന്നെ നോക്കുകയാണെങ്കിൽ റിലേഷൻഷിപ്പ്, ഫ്രണ്ട്ഷിപ്പ്, അതൊക്കെ നമുക്ക് അറിയാം. എല്ലാ വർഷം പോലെ തന്നെ എനിക്കാണെങ്കിൽ ഒരുപാട് സന്തോഷങ്ങളും സങ്കടങ്ങളും എല്ലാവർക്കും അങ്ങനെ തന്നെയല്ലേ. എനിക്ക് കുറെ കൂടി നല്ല നല്ല ബന്ധങ്ങൾ ഉണ്ടായ വർഷമായിരുന്നു ഇത്. കുറെ കൂടി ബന്ധങ്ങൾ ഇങ്ങനെ സ്ട്രോങ് ആയി വരാന്ന് പറയില്ലേ, അങ്ങനത്തെ ഒരുപാട് കാര്യങ്ങൾ ഉണ്ടായിട്ടുള്ള ഒരു വർഷമാണ്. എന്നാലും ഞാനിത് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വിശ്വാസമാവുമെന്ന് അറിയില്ല. ഞാനിങ്ങനെ ഭയങ്കര ഒരു എനിക്കിങ്ങനെ ബെസ്റ്റ് ഫ്രണ്ട് അങ്ങനെയുള്ള ഒരാളല്ല ഞാൻ. അത് എൻ്റെ കുഴപ്പമാണോ അതോ കുഴപ്പമില്ല, പക്ഷെ അത് നോർമൽ ആയിട്ടുള്ള ഒരു കാര്യമല്ലേ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കറിയില്ല. പക്ഷെ എനിക്ക് ഒരുപാട് നല്ല സുഹൃത്തുക്കളുണ്ട്. അത് തന്നെ ഈ കഴിഞ്ഞ 2 വർഷത്തിൽ ഉണ്ടായ കാര്യങ്ങളാണ് കേട്ടോ. അതിനെക്കാട്ടിലും മുന്നേ അതും ഉണ്ടായിരുന്നില്ല. ഈ കഴിഞ്ഞ 2 വർഷത്തിൽ എനിക്ക് നല്ല ബന്ധങ്ങളുണ്ട്. ഞാൻ അവരുടെ കൂടെ ടൈം സ്പെൻഡ് ചെയ്യാറുണ്ട്. എനിക്കിങ്ങനെ ഒരുപാട് സന്തോഷം തരാറുണ്ട്. പക്ഷെ ഈ ലോകത്ത് ഒരാൾ അയാൾക്ക് എല്ലാം എന്നെ കുറിച്ച് അറിയാം, അങ്ങനത്തെ ഒരു ഫ്രണ്ട് ഉണ്ടോ ചോദിച്ചാൽ എനിക്ക് അങ്ങനെ ഇല്ല. അതുകൊണ്ട് എനിക്ക് കുഴപ്പമുണ്ടോ ചോദിച്ചാൽ ഇല്ല. അതും വേറൊരു കാര്യം. എനിക്കങ്ങനെ ഞാൻ ഹാപ്പിയാണ്. എൻ്റെ ഒരു കമ്പനിയിൽ ഞാൻ വളരെ ഹാപ്പിയാണ്. അതേപോലെ ഈ ഞാൻ പറഞ്ഞില്ലേ കുറേ നല്ല ബന്ധങ്ങളുണ്ട്, അതിലും ഞാൻ ഭയങ്കര ഹാപ്പിയാണ്. എന്തൊരു പ്രത്യേക ഒരു ജീവിതമായിട്ട് എനിക്ക് തോന്നാറുണ്ട്. അങ്ങനെ ആരെങ്കിലും ഉണ്ടോ എന്നൊന്ന് പറയണം കേട്ടോ. എനിക്ക് ഭയങ്കര അത്ഭുതം തോന്നാറുണ്ട്. ഇപ്പോൾ ഞാൻ നോക്കുമ്പോൾ ബാക്കി എല്ലാവർക്കാണെങ്കിലും കുറേ ബെസ്റ്റ് ഫ്രണ്ട്സും അങ്ങനെ പക്ഷെ അങ്ങനെയില്ല എനിക്ക്. പിന്നെ എനിക്ക് തോന്നുന്നു ഞാൻ ഈ വർഷം കുറെ കൂടി പഠിച്ച കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കുറച്ചും കൂടി ലൂസണപ്പ് ആവണമെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. എസ്പെഷ്യലി റിലേഷൻഷിപ്പിന്റെ കാര്യത്തിൽ. അത് ഫ്രണ്ട്ഷിപ്പ് ആണെങ്കിലും മറ്റു കാര്യങ്ങളാണെങ്കിലും നമ്മൾ ഒരു പരിധിക്ക് മീതെ ആരിൽ നിന്നും ഒന്നും പ്രതീക്ഷിക്കരുത്. ഒരുപാട് എക്സ്പെക്ടേഷൻസ് ഒന്നും ആരിൽ നിന്നും വെക്കരുത്. അങ്ങനെ വെച്ച് കഴിഞ്ഞിട്ട് അവരതിനൊത്ത് വന്നില്ലെങ്കിൽ നമ്മൾ പിന്നെ അവർക്കെതിരെ എന്ന് വെച്ചാൽ നമുക്ക് അവരോട് ദേഷ്യം തോന്നുക, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളില്ല. അതൊക്കെ എനിക്ക് ഭയങ്കര അതിനൊന്നും ആവശ്യമില്ല എന്ന് എനിക്ക് തോന്നാറുണ്ട്. നമുക്ക് ഇഷ്ടമുള്ള ആളുകളാണ്, നമുക്ക് എന്തെങ്കിലും ചെയ്യണമെന്ന് തോന്നുകയാണെങ്കിൽ ചെയ്യാം, തിരിച്ച് പ്രതീക്ഷിക്കാണ്ടിരിക്കാം. നമ്മുടെ ക്ലോസ് സർക്കിൾ ഡെഫിനറ്റ്ലി നമ്മൾ മനുഷ്യന്മാരാണ്. എനിക്ക് എൻ്റെ ക്ലോസ് സർക്കിളിൽ എല്ലാവരുമായിട്ട് അങ്ങനെ എനിക്ക് പ്രതീക്ഷകളുണ്ട്. പക്ഷെ അത് വിട്ട് കഴിഞ്ഞാലുള്ള ആളുകളുണ്ടാവും. കുറേ പേരുണ്ടാവും റാൻഡം ആയിട്ടുള്ള ആളുകളായിട്ട് പെട്ടെന്ന് അവർക്കൊരു ബന്ധം വരും, ഭയങ്കര ക്ലോസ് ആവും അവര്. പക്ഷെ ഒരു പ്രശ്നം വരുമ്പോൾ അവർ കൂടെ നിൽക്കുമെന്ന് വിചാരിക്കും. പക്ഷെ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് അങ്ങനെ ഒരു സാഹചര്യം ആവണമെന്നില്ല. അവർക്ക് ചിലപ്പോൾ നമ്മുടെ കൂടെ നിൽക്കാൻ പറ്റിയെന്ന് വരില്ല. പക്ഷെ അത് അവരുടെ തെറ്റാണെന്ന് എനിക്ക് തോന്നുന്നില്ല കേട്ടോ. അപ്പൊ എനിക്ക് തോന്നുന്നത്, ഞാൻ പറഞ്ഞു വന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ റിലേഷൻഷിപ്പിന്റെ കാര്യത്തിലാണെങ്കിലും നമ്മുടെ മനസ്സമാധാനത്തിലും നമുക്ക് നല്ലത് കുറച്ചൊക്കെ ഒന്ന് ലൂസണപ്പ് ആവുക. എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവരിലും ഒരുപാട് പ്രതീക്ഷകൾ അർപ്പിച്ച് എല്ലാവരും നമുക്ക് വേണ്ടി ഓരോ കാര്യങ്ങൾ ചെയ്യും. ഈവൻ ഇഫ് നമ്മൾ അവർക്ക് വേണ്ടി എന്തെങ്കിലും കാര്യം ചെയ്തു കൊടുത്തിട്ടുണ്ടെന്ന് തന്നെ ഇരിക്കട്ടെ, എന്ന് കരുതി ഒരു പർട്ടിക്കുലർ സിറ്റുവേഷൻ വരുമ്പോൾ അവർ നമുക്കത് തിരിച്ചു തരുമെന്ന് വിചാരിക്കുന്നതിൽ കാര്യമില്ല. അവർക്ക് ചിലപ്പോൾ അത് പറ്റിയെന്ന് വരില്ല. ചിലപ്പോൾ സാഹചര്യം കൊണ്ടാവാം, ചിലപ്പോൾ മനഃപൂർവ്വം ആവാം. സാഹചര്യം കൊണ്ടാണെങ്കിൽ അത് അവരുടെ തെറ്റല്ലല്ലോ. അപ്പൊ എനിക്ക് തോന്നുന്നു വലിയ പ്രതീക്ഷ വെക്കാണ്ടിരുന്ന നമുക്കും അത് നല്ലതായിരിക്കുന്നു. ഞാൻ പണ്ടേ അങ്ങനെയായിരുന്നു. ഈ വർഷം എനിക്ക് ഒന്നും കൂടി മറ്റാളുകളെയും കൂടെ കാണുമ്പോൾ എനിക്കത് പീസ് ഓഫ് മൈൻഡ് തരുന്നുണ്ട്. അതെനിക്ക് ഒരുപാട് സമാധാനം തരുന്ന എല്ലാവരുമായിട്ട് എനിക്ക് നല്ല കമ്പനിയും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിലും ഞാൻ
പ്രതീക്ഷകളൊന്നും ഒരു റിലേഷൻഷിപ്പിൽ വെക്കാതെ എനിക്ക് തോന്നുന്നു ഞാനും ഉണ്ണിയും കൂടിയുള്ളൊരു ചിറ്റ് ചാറ്റ് വീഡിയോയിൽ ഞങ്ങളത് പറയും. ഈവൻ ഇഫ് ഞാനൊരു സഹായമായിട്ടൊന്നും പോലും ഞാൻ വിചാരിക്കാറില്ല. എനിക്ക് പറ്റുന്നതാണെങ്കിൽ ഞാൻ ചെയ്യും, പറ്റില്ലെങ്കിൽ ഞാനതങ്ങ് എനിക്ക് പറ്റില്ല എന്ന് തന്നെ പറയും, അല്ലെങ്കിൽ ഞാൻ ചെയ്യാൻ നിൽക്കാറില്ല. അത് ഞാൻ ഈ വർഷം പഠിച്ചൊരു കാര്യമാണ് കേട്ടോ. നമ്മളെ തന്നെ പീഡിപ്പിച്ച് നമുക്ക് പറ്റാത്ത കാര്യം മറ്റൊരാൾക്ക് ചെയ്തു കൊടുക്കേണ്ട ആവശ്യമില്ല. എസ്പെഷ്യലി ഒരാളെ പഠിക്കണം നമ്മൾ, അതിൽ കുറച്ച് നമ്മൾ നോക്കണം കേട്ടോ. നമ്മൾ ഒരാളെ പഠിച്ചിട്ട് അയാളത് എത്ര ഡിസേർവിങ് ആണെന്ന് നോക്കണം. നമ്മൾ നമ്മുടെ ലൈഫിലത്തെ എല്ലാ കാര്യങ്ങളും പറയുമ്പോഴും അല്ലെങ്കിൽ എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുക്കുമ്പോൾ അതും ഒരു പോയിന്റാണ്. അതും നമ്മുടെ ഭാഗത്തുനിന്ന് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം. എന്തായാണെങ്കിലും ഞാനൊരാൾക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്തു കൊടുത്താലും എനിക്ക് അങ്ങനെ തിരിച്ചവരുടെ ഭാഗത്തുനിന്ന് ഒരു പ്രതീക്ഷ അങ്ങനെ ഒന്നും ഉണ്ടാവാറില്ല. ഞാൻ അവരുടെ അടുത്തൊരു സഹായം ചോദിക്കാനോ അല്ലെങ്കിൽ അത് പ്രതീക്ഷിക്കാറോ ഒന്നുമില്ല. അതുകൊണ്ട് എനിക്ക് തോന്നുന്നു എൻ്റെ ലൈഫിൽ കുറെ കൂടി സമാധാനമുണ്ട്, ഗ്രഡ്ജസ് ഉണ്ടാവില്ല. എന്ന് വെച്ചാൽ നമ്മൾ ഒരാളുടെ എതിരെ ഇങ്ങനെ വൈരാഗ്യം വെച്ച് പുലർത്താന്നൊക്കെ പറയില്ലേ, അതൊക്കെ നമുക്ക് തന്നെ ബുദ്ധിമുട്ടായി തീരുന്ന കാര്യങ്ങളാണ്. അപ്പൊ കുറച്ചുകൂടി ലൂസണപ്പ് ആവുക, കഴിവതും നമ്മുടെ കമ്പനിയിൽ ഹാപ്പി ആവുക, അല്ലെങ്കിൽ ഫ്രണ്ട്ഷിപ്പും കാര്യങ്ങളൊക്കെ വളരെ നല്ലതാണ്. അത് വേണം, പക്ഷെ അത് ചൂസ് ചെയ്യുമ്പോൾ കറക്റ്റായിട്ട് ചൂസ് ചെയ്യുക എന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട് കേട്ടോ. ഫാമിലി ആണെങ്കിലും ഈ വർഷം ഇച്ചിരി ഡിഫിക്കൾട്ടായിരുന്നു. മൊത്തത്തിൽ ഏട്ട വേറെ സ്ഥലത്ത്, ഞാൻ വേറെ സ്ഥലത്ത്, അതിൻ്റെ ബുദ്ധിമുട്ടുകൾ ഞങ്ങൾക്ക് മൊത്തത്തിൽ നന്നായിട്ട് ഇച്ചിരി ഇറുക്കം വന്നൊരു ടൈമായിരുന്നു കേട്ടോ. അതെനിക്ക് ഭയങ്കര സാഡായിട്ടും ബുദ്ധിമുട്ടായിട്ട് ഫീൽ ചെയ്തിട്ടുള്ള കാര്യങ്ങളായിരുന്നു. കരിയർ വൈസ് എനിക്ക് തോന്നുന്നു ഭയങ്കര മിക്സാണ്. വ്യൂസും കാര്യങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ ഓൾ ടൈം ലോ ആയിരുന്നു. ഓൾ ടൈം ലോ വർഷമാണ്. എൻ്റെ കരിയർ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ പോലും എനിക്ക് തോന്നുന്നു ഇതിലും നല്ല വ്യൂസ് വന്നിരുന്നു. അത് വെച്ച് നോക്കുകയാണെങ്കിൽ ലോങ് ഫോർമാറ്റിന് വളരെ ലോ വ്യൂസ് വന്നിട്ടുള്ള സമയമാണ്. പക്ഷെ അപ്പുറത്തെ സൈഡ് നോക്കുകയാണെങ്കിൽ ഷോർട്സിന് നല്ല വ്യൂസും അത്യാവശ്യം നല്ല ബ്രാൻഡ് കൊളാബ്സും ഒക്കെ വന്നിട്ടുള്ള വർഷമാണ്. അങ്ങനെ നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ നല്ല വർഷമായിരുന്നു. ബ്രാൻഡ് കൊളാബ്സ് ഒരുപാട് വന്നിരുന്നെങ്കിലും ഞാൻ അത് കണക്ക് വെച്ച് മാസത്തിൽ ഒരു കൊളാബ് വന്നതിൽ ഏറ്റവും നല്ല പ്രോഡക്റ്റ് വെച്ച് നോക്കി അങ്ങനെയൊക്കെയായിരുന്നു കേട്ടോ ചെയ്തിട്ടുണ്ടായിരുന്നത്. എന്നിട്ടിങ്ങനെ ഒരുപാട് പേര് പറയാറുണ്ട് നിങ്ങൾ എപ്പോഴും സ്പോൺസർ വീഡിയോ ഒരു പ്രോഡക്റ്റ് പ്രൊമോട്ട് ചെയ്യും പിന്നെ വേറൊരു പ്രൊമോട്ട് ചെയ്യുമെന്ന് പറയുമ്പോൾ എനിക്ക് ഞാൻ തിരിച്ച് ചോദിക്കണം എന്ന് എനിക്ക് തോന്നാറുണ്ട്. പിന്നെ എങ്ങനെയാണ് നമ്മൾ സർവൈവ് ചെയ്യുക? യൂട്യൂബിൽ പേയ്മെന്റ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയണ്ടാവും ഭയങ്കര കുറവാണ്. എസ്പെഷ്യലി ഷോർട്സ് എന്നുള്ള പേയ്മെന്റ് കുറവാണ്. അപ്പോൾ നമുക്ക് സ്പോൺസർ വീഡിയോ ആണ് ഒരു ആശ്രയം എന്ന് പറയുന്നത്. അതും വരുന്ന എല്ലാം നമ്മൾ ചെയ്യില്ലല്ലോ. അതിലുള്ളതിൽ ഏറ്റവും നല്ല പ്രോഡക്റ്റ് ആളുകൾക്ക് ഉപകാരപ്പെടുന്ന, അതായത് എല്ലാവർക്കും ഒന്നും ഞാൻ പറയില്ല കേട്ടോ, പെർട്ടിക്കുലർ സ്കിൻ ടൈപ്പിലുള്ളവർക്ക് ഉപകാരപ്പെടുന്ന അല്ലെങ്കിൽ അത് ട്രൈ ചെയ്ത് നോക്കി നല്ല പ്രോഡക്റ്റ് എന്ന് കാണുന്നത് തന്നെയാണ് കേട്ടോ ഞാൻ പ്രൊമോട്ട് ചെയ്തിട്ടുള്ളത്. അതിലൊക്കെ എനിക്ക് ഇപ്പോഴും ഞാൻ ഭയങ്കര ഹാപ്പിയാണ്. ഓൾ ടൈം ലോ പേയ്മെന്റ് വന്നിട്ടും ഞാൻ അതിനൊക്കെ കവർ ചെയ്യാൻ പാകത്തിനുള്ള എല്ലാ തരത്തിലുള്ള സ്പോൺസർഷിപ്സും കാര്യങ്ങളും എല്ലാം വന്നിട്ടുണ്ടായിരുന്നു. കാരണം എൻ്റെ അപ്പുറത്തെ ഷോർട്സ് എപ്പോഴും ഹൈ വ്യൂസിലായിരുന്നു അത് നിന്നിരുന്നത്. അത് 2 ചാനലിലും അതെ. പക്ഷെ എന്നാലും ഞാൻ നോക്കി ആർക്കും ഒരു ഇതില്ലാത്ത, ബുദ്ധിമുട്ടില്ല, അതുപോലെ എത്തിക്കലിയും ലീഗലിയും ഒന്നും ഒരു പ്രശ്നം ഇല്ലാത്ത പ്രോഡക്ട്സ് തന്നെയാണ് ഞാൻ ചൂസ് ചെയ്തിട്ടുള്ളത്. കറക്റ്റായ വഴിയിലൂടെ തന്നെയാണ് കേട്ടോ അത് ഞാൻ ചെയ്തിട്ടുള്ളത്. നോക്കി ആരും ഇങ്ങനെ വെറുപ്പിക്കുന്ന തരത്തിൽ ഒന്നിന് മീതം അങ്ങനെയൊന്നും ചെയ്തിട്ടില്ല. മാസത്തിൽ ഒരിക്കൽ അല്ലെങ്കിൽ മാസത്തിൽ മാക്സിമം 2, സോ ദാറ്റ് എനിക്ക് കിട്ടിയിരുന്ന റവന്യൂ അതിൽ നിന്ന് കിട്ടുന്ന പോലെ എനിക്ക് കൂട്ടിയിട്ട് പോലും ഇല്ല ഞാൻ ഈ വർഷം. അപ്പൊ ആ രീതിക്കാണ് വർക്ക് ചെയ്തിട്ടില്ല. അപ്പൊ അങ്ങനെ നോക്കുമ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷം തോന്നിയിട്ടുണ്ട്. പിന്നെ എഗെയിൻ ഇത് എനിക്ക് തോന്നുന്നു ഈ വർഷം ഞാൻ അധികം സീരീസ് ഒന്നും ചെയ്തു. ഓണം സീരീസ് ചെയ്തിട്ടുണ്ടായിരുന്നു, പിന്നെ വിഷുവിനും അടുപ്പിച്ച് കുറെ വീഡിയോസ് ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. ക്രിസ്മസും ഷോർട്സും റീൽസും ഒക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. അതല്ലാണ്ട് സീരീസ് ആയിട്ട് ചെയ്തില്ല കേട്ടോ. ആദ്യമായിട്ടാണ് ഈ വർഷം ഞാൻ വേണ്ട വിചാരിച്ചത്. അത് എനിക്ക് ഒട്ടും ടൈമില്ലാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ പറഞ്ഞ പോലെ വർക്കൗട്ടും കാര്യങ്ങളും, പിന്നെ ഞാൻ ഇത്തവണ കുറേ പുറത്തുനിന്നുള്ള ഷൂട്ട്സും ലുക്സും ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് പറയുമ്പോഴും ഞാൻ പറയട്ടെ, ഞാൻ ഈ ഡ്രസ്സിന്റെ റെക്കമെൻഡേഷൻസും ഇതൊക്കെ പറയുമ്പോൾ അതും ഇങ്ങനെ കുറച്ച് പേരെങ്കിലും പറയണം നിങ്ങൾ അവരുടെ അടുത്ത് നിന്ന് പേയ്മെന്റ് മേടിച്ചിട്ടാണ് ഇവരുടെ അടുത്ത്. അത് ഞാൻ എപ്പോഴും പറയുന്ന കാര്യം, ഞാൻ ബുട്ടീക്സിൻ്റെ അടുത്ത് പേയ്മെന്റ് മേടിച്ചിട്ടൊന്നും അല്ല ചെയ്യുന്നത്. അതെനിക്ക് ഔട്ട് ഓഫ് ലവ് ഞാൻ ചെയ്യുന്ന കാര്യം. എനിക്ക് ഒരുപാട് ഔട്ട്ഫിറ്റ്സിന്റെ സജഷൻസ് തരാനും അതൊക്കെ ഇഷ്ടമാണ്. അപ്പം അതിൽ ഞാൻ എപ്പോഴും പറയുന്ന ഒരു കാര്യമാണ്, ഇത് ഈ ബുട്ടീക്കിൽ നിന്ന് മേടിക്കണം എന്നുള്ള രീതിയിൽ ഞാൻ ഇതുവരെയും പറഞ്ഞിട്ടില്ല. നിങ്ങൾ ഇത് നോക്കൂ എന്ന് വെച്ച് കഴിഞ്ഞാല് നമുക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിൽ അത് നമുക്ക് കൊടുത്ത് സ്റ്റിച്ച് ചെയ്യിപ്പിച്ചെടുക്കാവുന്നതേ ഉള്ളൂ കേട്ടോ. അപ്പൊ ആ രീതിക്കുള്ള ഔട്ട്ഫിറ്റ് ഐഡിയാസും ഇൻസ്പിറേഷൻസും ആണ് ഞാൻ പറയുന്നത്. തുണി എടുത്ത് നമുക്ക് അടുത്തുള്ള ബൊട്ടീക്കിൽ കൊടുക്കാം, അല്ലെങ്കിൽ അടുത്തുള്ള ബൊട്ടീക്കിലോ സ്റ്റിച്ചിങ് സെന്ററിൽ പോയിട്ട് ഇതുപോലെ ഒരു ഔട്ട്ഫിറ്റ് വേണമെന്ന് പറഞ്ഞാൽ അവർ തുണി എടുത്ത് നമുക്ക് തുന്നിത്തരും. അത് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യാവുന്നതാണ്. അപ്പം എൻ്റെ കരിയർ എന്ന് പറയുന്നത്, എൻ്റെ ഒരു പ്രൊഫഷൻ എന്ന് പറയുന്നത് പറഞ്ഞ പോലെ മെയിനായിട്ട് ഫാഷനും ബ്യൂട്ടിയും തന്നെയാണ്. അതിൽ ഞാൻ മാക്സിമം നല്ല കണ്ടന്റ് ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട്. പക്ഷെ വ്യൂസ് ഓൾ ടൈം ലോ ആയിരുന്നു, അതെനിക്ക് മനസ്സിലായി. അത് എൻ്റെ പ്രശ്നം മാത്രമാണ്. അത്ര എൻ്റർടൈനിങ് അല്ലാത്ത
കോണ്ടന്റ് തന്നെയാണ് നമ്മൾ പോയിട്ടുള്ളത്. എസ്പെഷ്യലി നമ്മൾ ഡേ ഇൻ മൈ ലൈഫ് ഒന്നും ഈ വർഷം ഇട്ടിട്ടേ ഇല്ല. അത് ആ പേഴ്സണലായിട്ടുള്ള കാര്യങ്ങളിൽ നിന്ന് എനിക്കൊരു തട വരുത്തണം എന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു, അങ്ങനെ ചെയ്തതാണ്. അതെങ്ങനെ ഫിഗർ ഔട്ട് ചെയ്യേണ്ടതെന്ന് എനിക്കിപ്പോഴും മനസ്സിലായിട്ടില്ല. നാട്ടിൽ വന്നതിന് ശേഷം എനിക്കുള്ളൊരു ബുദ്ധിമുട്ടാണത്. അതായത് നമ്മൾ വീട്ടിലെ കാര്യങ്ങളൊക്കെ കാണിക്കുമ്പോൾ അമ്മ വീഡിയോസിൽ വരാറില്ല. അപ്പോൾ എല്ലാവരുടെയും മെയിൻ ചോദ്യമാണ് എന്താ. പിന്നെ ഞാൻ ഈ പറഞ്ഞ പോലെ 2 അടുക്കളയിൽ കുക്ക് ചെയ്യണം എന്നുള്ളത് ഒരുപാട് പേർക്ക് ഭയങ്കര ഇഷ്യൂ ആണ്. അപ്പം എനിക്ക് മനസ്സിലാവട്ടെ, ഞാൻ എത്രത്തോളം കാര്യങ്ങൾ പുറത്തേക്ക് കാണിക്കുന്നു അത്രത്തോളം ചോദ്യങ്ങൾ വരും. അപ്പോൾ അമ്മയ്ക്ക് വരാൻ താല്പര്യമില്ല. അപ്പം ഞാൻ വരാത്ത അമ്മ നിർബന്ധിച്ച് എനിക്ക് വ്യൂസിന് വേണ്ടി കൊണ്ടുവരാൻ പറ്റും. എനിക്ക് തോന്നുന്ന ഒരു കാര്യം എന്താ വെച്ചാൽ ഫാമിലീനെ എനിക്ക് പേഴ്സണലി സത്യം പറഞ്ഞ സോഷ്യൽ മീഡിയയിലേക്ക് അങ്ങനെ കൊണ്ടുവരാനും താല്പര്യമില്ല. കാരണം അവരാരും അത് ആഗ്രഹിക്കുന്നവരല്ല. അപ്പൊ ഞാൻ അത് അവരോട് ചെയ്യുന്ന തെറ്റുമാണ്. രണ്ടാമത് നാളെ എനിക്കെതിരെ എന്തെങ്കിലും ഒരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ എൻ്റെ ഫാമിലി ഇതിലെല്ലാത്തിലും കാണിക്കുന്നവരാണെങ്കിൽ, എല്ലാത്തിലും വരുന്നവരാണെങ്കിൽ അവരെല്ലാം അത് അനുഭവിക്കാൻ ബാധ്യസ്ഥരാവും ഇല്ലേ? ഇതിപ്പോ ഇമക്കുട്ടി വരാറുണ്ട്, ഇല്ല എന്ന് ഞാൻ പറയുന്നില്ല. അതിനെ ഞാൻ കാണാറുണ്ട്. ഇമു ഇംഗ്ലീഷ് സംസാരിക്കുന്നതിനും ഒരുപാട് പ്രശ്നങ്ങളും കാര്യങ്ങളും, ഇമ്മയുടെ ഭക്ഷണ രീതി അതെന്നെ ജഡ്ജ് ചെയ്യപ്പെടുന്നുണ്ട്. അപ്പൊ തന്നെ ഞാൻ ആലോചിക്കും, ഒരു അമ്മ എന്നുള്ള നിലയിൽ ഞാൻ കാണിക്കുന്നത് ശരിയാണ്? അതൊക്കെ കൂടി കൊണ്ടാണ് ഞാൻ ഡേ ഇൻ മൈ ലൈഫ് ഒക്കെ ഭയങ്കരമായിട്ട് കുറച്ചത്. എനിക്ക് അതുകൊണ്ട് ഞാൻ ശരിക്കും ഭയങ്കര കൺഫ്യൂസ്ഡ് ആണ്. ഈ വർഷമാണ് ഞാൻ ആദ്യമായിട്ട് അത് ഇതെങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകണം. കോണ്ടന്റ് വീഡിയോസ് എനിക്ക് ഒരു പ്രശ്നമില്ല, സെറ്റായിട്ട് പോകുന്നുണ്ട്. അതല്ലാണ്ട് നമ്മുടെ ഈ ലൈഫ് സ്റ്റൈൽ വീഡിയോസ് അതെങ്ങനെയാണ് മുന്നോട്ട് കൊണ്ടുപോകേണ്ടതെന്നുള്ള കാര്യത്തിൽ വളരെ കൺഫ്യൂസ്ഡ് ആയിട്ട് നിൽക്കുന്ന ഒരു അവസ്ഥയാണ് ഞാൻ. അതെങ്ങനെയെങ്കിലും ഈ വർഷം ഫിഗർ ഔട്ട് ചെയ്യണം എന്നാണ് കേട്ടോ എൻ്റെ ഒരു ആഗ്രഹം. അപ്പം അങ്ങനെയൊക്കെ ഈ വർഷം പോയി ഭയങ്കര സമ്മിശ്രമായിരുന്നു എന്ന് വേണം പറയാനായിട്ട്. ഒരുപാട് സന്തോഷങ്ങൾ ഉണ്ടായിട്ടുണ്ട്, ഒരുപാട് വിഷമങ്ങളും ഉണ്ടായിട്ടുണ്ട്. രണ്ടും മിക്സ് ആണ്, എല്ലാവരുടെയും പോലെ തന്നെ. പക്ഷെ വിഷമങ്ങളിൽ നിന്ന് നമ്മൾ പഠിച്ച കാര്യങ്ങളുണ്ടല്ലോ, ഒരു സന്തോഷങ്ങളിൽ നിന്നും പഠിച്ച കാര്യങ്ങൾ. ഞാൻ ഈ വർഷം പഠിച്ചൊരു കാര്യം കുറെ കൂടി യാത്ര ചെയ്യണം എന്നുള്ളതാണ് കേട്ടോ. എസ്പെഷ്യലി ഞാൻ സോളോ ട്രിപ്പ് എന്തായാലും പോകും. എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ഞങ്ങൾ ഫ്രണ്ട്സായിട്ട് ഒരുമിച്ച് പോയിട്ട് തന്നെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ എന്തായാലും സോളോ ട്രിപ്പ് പോകണം. അത് എനിക്ക് മഞ്ഞ് വീണ സ്ഥലത്ത് തന്നെ പോകണം എന്ന് ആഗ്രഹമുണ്ട്. ഈ വർഷത്തെ എൻ്റെ ഏറ്റവും വലിയ ഫെയിലിയർ ആയിരുന്നു. ഞാനത് തുറന്ന സമയക്കിടെ ഈ വർഷവും ഞാൻ കാറ് തനിയെ ഓടിച്ചില്ല. എനിക്ക് അറിയില്ലടാ, എനിക്ക് തോന്നുന്നു ഞാൻ വല്ല തെറപ്പിക്കും പോണ്ടി വരും. കാരണം എനിക്ക് അമ്മാരി ട്രോമ. ഞാൻ പറഞ്ഞിട്ടുണ്ടാവില്ല, എനിക്ക് ഇങ്ങനെ ഞാൻ പറഞ്ഞിട്ടുണ്ടെന്ന് തോന്നുന്നു. പക്ഷെ എനിക്ക് ആക്സിഡന്റ് ഒക്കെ പറ്റിയിട്ട് അതെനിക്ക് അടുത്ത വർഷം എന്തായാലും എനിക്ക് ഞാൻ തനിയെ ഡ്രൈവ് ചെയ്ത്, എനിക്കറിയാം എല്ലാവരും പറയുന്നുണ്ടാവും, കേട്ടിട്ടുണ്ടാവും പറയുന്നുണ്ടാവും. എനിക്കറിയില്ല കേട്ടോ. എന്നോട് എല്ലാവരും ചോദിക്കാറുണ്ട് എന്താണ് ബുദ്ധിമുട്ട്. ഞാൻ 18 വയസ്സ് മുതൽ 2 വീലർ ഓടിക്കുന്ന ആളാണ്. അത് ഞാൻ ദൂരെ സ്ഥലങ്ങളിലൊക്കെ പോകും. തൃശ്ശൂർ തന്നെയാണെങ്കിലും ഇരിഞ്ഞാലക്കുട, കൊടുങ്ങല്ലൂര്, അങ്ങനെയൊക്കെ അങ്ങനെ 1.5 മണിക്കൂർ വരെയൊക്കെ 2 മണിക്കൂർ വരെയൊക്കെ ഞാൻ 2 വീലറിൽ പോയി വരികയൊക്കെ ചെയ്യും. അപ്പൊ അന്ന് മുതൽ ഞാൻ ഓടിക്കണതാണ്. പിന്നെ ഈ വർഷം തന്നെ എത്ര സ്ഥലത്തേക്ക് ഞാൻ ഒറ്റയ്ക്ക് പോയി വന്നിട്ടുണ്ട്. ഞാൻ ഒറ്റയ്ക്ക് താമസിച്ചിട്ടുണ്ട്. മുംബൈയിലാണെങ്കിലും ഡൽഹിയിലാണെങ്കിലും ഒക്കെ ഞാൻ ഒറ്റയ്ക്ക് വരും. എയർപോർട്ടിൽ നിന്ന് കാര്യങ്ങളൊക്കെ ചെയ്യാൻ അതൊന്നും എനിക്ക് പ്രശ്നമില്ല. ഇതെന്താണ്, എവിടെയാണ് എനിക്ക് പ്രശ്നം വരുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. അതൊരു സിമ്പിൾ ആയിട്ടുള്ള കാര്യമല്ല ഡ്രൈവ് ചെയ്യുക. എത്ര പേര് ഡ്രൈവ് ചെയ്യുന്നുണ്ട്, പക്ഷെ എനിക്ക് എവിടെയാണ് ജസ്റ്റ് ഫെയിൽഡ് മിസറബിളി എന്ന് വേണം പറയാനായിട്ട്. അത് ഞാൻ എൻ്റെ എനിക്ക് വേണമെന്ന് ആഗ്രഹിച്ച എൻ്റെ പൈസ എടുത്ത് ഞാൻ തന്നെ എനിക്ക് വേണ്ടി മേടിച്ച കാറാണ്. മേ ബി എനിക്ക് തോന്നുന്നു ഇപ്പോൾ എനിക്ക് ഒരു ഡ്രൈവർ ചേട്ടനെ വെക്കാൻ അഫോർഡ് ചെയ്യാൻ പറ്റുന്നുണ്ട്. എങ്ങനെയെങ്കിലും പോകണമെങ്കിൽ അങ്ങനെ അഫോർഡ് ചെയ്യാൻ പറ്റുന്നുണ്ട്. അപ്പോൾ ആളെന്നെ കൊച്ചിയിൽ ഡ്രോപ്പ് ചെയ്യും, ഇവന്റ് കഴിയും, ഞാൻ തിരിച്ചു വരും. അപ്പം നല്ല ഫ്രഷ് ആയിട്ട് പോലെ അങ്ങനെയൊക്കെ ഉള്ള ഒരു കൺവീനിയൻസ് വന്നുകൊണ്ടാണോ എന്ന് എനിക്ക് അറിയുന്നില്ല. എങ്ങനെയാണെങ്കിലും ഞാൻ അതിൽ ഭയങ്കരമായിട്ട് തോറ്റുപോയടാ. അത് ശരിയാക്കണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. എന്തായാലും ഡ്രൈവ് ചെയ്യണം, അതുപോലെ ഇതും ചെയ്യണം, സോളോ ട്രാവലിംഗ് ചെയ്യണം. പിന്നെ നല്ല നല്ല കണ്ടന്റ്, അതെനിക്ക് ആഗ്രഹമുണ്ട്. നല്ല നല്ല കണ്ടന്റ് ഒക്കെ സെറ്റ് ചെയ്യണം. എല്ലാവർക്കും ഇഷ്ടമുള്ള പോലെ അങ്ങനെയൊക്കെ പോയാൽ മതി. എനിക്ക് കുഴപ്പമൊന്നുമില്ല, അതെനിക്ക് കുഴപ്പമില്ല. കരിയർ വൈസ് എനിക്ക് ഇപ്പോഴും നല്ല കോൺഫിഡൻസ് ഉണ്ട്. ഈ ഒരു ടൈമിലും എനിക്ക് നല്ല രീതിയിൽ തന്നെ അത്യാവശ്യം ഈ 9 വർഷമായിട്ടും ഇങ്ങനെ പോകാൻ പറ്റുന്നത് എനിക്കൊരു നല്ല കാര്യമായിട്ടാണ് തോന്നുന്നത്. അപ്പൊ ഞാൻ ആ ഫെയിലിയേഴ്സ്, അതായത് കഴിഞ്ഞ വർഷം വന്ന പിഴവുകളിൽ നിന്നൊക്കെ, അതായത് ഈ വ്യൂസ് കുറവെന്നൊക്കെ എനിക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ മനസ്സിലായിട്ടുണ്ട്. അതൊക്കെ ഞാൻ സെറ്റ് ചെയ്ത് കൊണ്ടുവരണം എന്നാണ് ആഗ്രഹം. ഹെൽത്ത് ഇതേപോലെ തന്നെ നോക്കണം എന്ന് ആഗ്രഹമുണ്ട്. വർക്കൗട്ട് കുറച്ചുകൂടി ഫോക്കസ് ചെയ്യണം. ഇനി എൻ്റെ ആഗ്രഹം എൻ്റെ വയറൊന്ന് സെറ്റ് ആക്കണം എന്നാണ് എൻ്റെ ഓൾ ടൈം ആഗ്രഹം. കാരണം എൻ്റെ പ്രസവം കഴിഞ്ഞിട്ട് മസിൽസ് ഇതായതുകൊണ്ട് ഫുൾ ഇങ്ങനെ ലൂസ് സ്കിന്നും ഫുൾ അങ്ങനെ അതിന്റെ വയറാണ് എനിക്കുള്ളത്. അതായത് ഇങ്ങനെ ഡയാസിസ് റെക്ടൈ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കണ്ടീഷനാണ്. അതിങ്ങനെ ഓർഗൻസ് ഇങ്ങനെ പുറത്തേക്കിങ്ങനെ പ്രൊട്രൂഡ് ചെയ്ത് നിൽക്കുന്നതാണ്. മസിൽസിൽ വളരെ മസിൽസ് സ്ട്രോങ് അല്ലാത്തതുകൊണ്ട്. അതാണ് എൻ്റെ ഈ വർഷത്തെ, ഇനി 2025 ലക്ഷ്യം.
ഇത് മൂന്നുമാണ് എൻ്റെ മെയിൻ പ്രയോറിറ്റി. ഇതായിരുന്നു ഞാൻ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നത് എന്തൊക്കെ ചെയ്യണം എന്നുള്ളത് 2025. ഇതാ ഇപ്പൊ ഇങ്ങനെ കാണുണ്ടാവും, ഞാനിപ്പോ ഇങ്ങനെ ടിക്കറ്റ് വെച്ചിട്ടുണ്ട്. അപ്പൊ അതിൽ അസ്വി വ്ളോഗ്സ് നോക്കുകയാണെങ്കിൽ എനിക്ക് ഞാൻ നോക്കട്ടെ കേട്ടോ, ഞാൻ 2,70,000 സബ്സ്ക്രൈബേഴ്സ് ആവണം എന്നായിരുന്നു വിചാരിച്ചിട്ടുണ്ടായിരുന്നു അസ്വി വ്ളോഗ്സിൽ. അതിപ്പോൾ എത്രയായിരുന്നു നോക്കട്ടെ, 70 ആവാൻ ചാൻസ് ഇല്ല, 2,64,000 ആയി. ഞാൻ ഈ ലാസ്റ്റ് മാസം ഇച്ചിരി ഡൗൺ ആയിരുന്നു, അതുകൊണ്ടാന്ന് തോന്നുന്നു. പക്ഷെ എന്നാലും കുഴപ്പമില്ല, അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ഞാൻ എത്തിയിട്ടുണ്ട്. പിന്നെ ഗോവ ട്രിപ്പ് പോകണമെന്നുണ്ടായിരുന്നു ഈ വർഷം, അത് ഞാൻ പോയി. പിന്നെ എനിക്ക് തായ്ലാൻഡ് അല്ലെങ്കിൽ ബാലി പോകണമെന്നുണ്ടായിരുന്നു, അത് ഞാൻ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ തായ്ലാൻഡിൽ പോയി. പിന്നെ ഡൽഹി മണാലി ട്രിപ്പ് പോകണമെന്ന്, ഇതൊക്കെ ഞാൻ സ്റ്റാർട്ടിങ്ങിൽ എഴുതി വെച്ച ഗോളാണ് കേട്ടോ, അത് നടന്നു. പിന്നെ iPhone 15 Pro മേടിക്കണം എന്നുണ്ടായിരുന്നു, അത് ഈ വർഷം മേടിച്ചു. ത്രിഫ്റ്റ് ബിസിനസ് സ്റ്റാർട്ട് ചെയ്തു. ഡ്രൈവിംഗ് അലോൺ അത് ചെയ്തില്ല കേട്ടോ. അതാണ് നമ്മളപ്പോൾ 2025 ഫോക്കസ് ചെയ്യുന്ന കാര്യം കേട്ടോ. പിന്നെ ഞാൻ ആഗ്രഹിച്ചത് പുള്ളപ്പ് ചെയ്യണം എന്നുള്ളതായിരുന്നു. പുള്ളപ്പ് ചെയ്തില്ല എന്നുള്ളത് ചെയ്യാൻ പറ്റിയില്ല. ഇങ്ങനെ ഒരെണ്ണത്തെ പറ്റില്ല, എനിക്ക് 5 പുള്ളപ്പ് ചെയ്യണം എന്നായിരുന്നു ആഗ്രഹം. അപ്പൊ ഇനിയിപ്പോൾ അടുത്ത വർഷത്തേക്ക് അത് നമുക്ക് ക്യാരി ചെയ്യാം കേട്ടോ. പിന്നെ തെറപ്പിക്ക് പോകണമെന്നുണ്ടായിരുന്നു, പക്ഷെ അത് പോകാൻ പറ്റിയില്ല. ഞാൻ അടുത്ത വർഷം പോകുന്നുണ്ട്. എൻ്റെ അടുത്ത് ഒരാൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു, അസ്വിക്ക് എന്ത് നല്ല ലൈഫാണ്, പിന്നെ വൈ ഡു യു വോണ്ട് ടു ഗോ ഫോർ തെറപ്പി എന്ന് എൻ്റെ അടുത്ത് ചോദിച്ചിട്ടുണ്ടായിരുന്നു. പുറമേ കാണുന്ന പോലെ അല്ലടാ എല്ലാവർക്കും. എൻ്റെ അത് മാത്രമല്ല, ചിലപ്പോൾ എല്ലാ തരത്തിലും ഇപ്പോൾ ദീപിക പടുക്കോൺ ഡിപ്രഷൻ വന്നില്ല, എനിക്ക് ഡിപ്രഷനാണ് അല്ലാട്ടോ ഞാൻ പറയാം, എനിക്കൊരു ഡിപ്രഷൻ കാര്യങ്ങളോ അങ്ങനെ പ്രശ്നമൊന്നുമില്ല. അതൊക്കെ വലിയ വലിയ വാക്കുകളാണ്. അതിന് വേണ്ടിയിട്ട് മാത്രമല്ല നമ്മൾ തെറപ്പി പോകണം. നമുക്ക് കുറച്ചൊക്കെ നമ്മൾ എസ്പെഷ്യലി ഇങ്ങനെ ഭയങ്കര ബിസി ലൈഫും അങ്ങനത്തെ ഒരു, പിന്നെ മാത്രമല്ല സോഷ്യൽ മീഡിയയിൽ നിൽക്കുന്ന ആളുകൾക്ക് തെറപ്പി പോയാൽ നല്ലതായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. അത് ഞാൻ അടുത്ത വർഷം എന്തായാലും പോകുന്നത്, സ്റ്റാർട്ടിങ്ങിൽ തന്നെ പോകാമെന്ന് കേട്ടോ വിചാരിക്കണം. പിന്നെ നോക്കുകയാണെങ്കിൽ യൂട്യൂബിൽ നോക്കുകയാണെങ്കിൽ ഞാൻ സെപ്റ്റംബറിൽ 14 lakh എത്തിയതാണ്. ഇപ്പോൾ 14,70,000 വരെ എത്തണം എന്നായിരുന്നു ആഗ്രഹം. പിന്നെ അത് അങ്ങോട്ട് നീങ്ങിയതേ ഇല്ല. അപ്പൊ ഞാൻ 14 lakh വരെ എത്തിയുള്ളൂ. അതിനുശേഷമുള്ള ഗോൾസ് എനിക്ക് അച്ചീവ് ചെയ്യാൻ പറ്റിയില്ല കേട്ടോ. അസ്വി മലയാളത്തിൽ നമ്മൾ ഒരു പോയിന്റ് എത്തിയാൽ ഭയങ്കര 1 million കഴിഞ്ഞാൽ സ്ലോ ഡൗൺ ആവുന്ന പറയും. പക്ഷേ 1 million കഴിഞ്ഞിട്ടല്ല സ്ലോ ഡൗൺ ആയത്. ഈ വർഷം 13 ലക്ഷത്തിന് ശേഷമാണ് ഭയങ്കര സ്ലോ ഡൗൺ ആയത്. ഇൻസ്റ്റ ആയിരുന്നു ഓൾ ടൈം ദുരന്തമായി മാറിയത്. എന്നുവെച്ചാൽ ഞാൻ ആക്ച്വലി 4 lakh എത്തണം എന്ന് വിചാരിച്ച ഞാൻ ഇപ്പൊ 3,40,000 അല്ലടാ, ഇപ്പൊ എത്രയായെന്നറിയോ? എത്രയായിരുന്നു? 3,47,000 അത്ര തന്നെയായിരുന്നു. 3,50,000 പോലും ആയില്ല ഈ വർഷം. ഭയങ്കര മോശമായിരുന്നു. ഇത്രയും ഭാഗം ഞാൻ അച്ചീവ് ചെയ്തില്ല കേട്ടോ. പക്ഷെ ഞാൻ ഹാപ്പി ആണോ എന്ന് ചോദിച്ചാൽ ഞാൻ ഭയങ്കര ഹാപ്പിയാണ്. എനിക്ക് എൻ്റെ പേഴ്സണൽ ഗോൾസ് ആണ് ഞാൻ ഈ വർഷം കൂടുതൽ അച്ചീവ് ചെയ്തത്. അപ്പൊ ഞാൻ ഇനി എന്താ ചെയ്യാൻ പോണെന്ന് വെച്ചാൽ 2025 ഇനി എനിക്ക് വേണ്ട ഗോൾസ് സെറ്റ് ചെയ്യും. അപ്പൊ എപ്പോഴും സ്റ്റാർട്ടിങ്ങിൽ തന്നെ ഇതേപോലെ ഞാൻ എഴുതി വെക്കും കേട്ടോ. എനിക്ക് മെയിൻ ആയിട്ട് വേണ്ട ഗോൾസ് ഈ വർഷം അച്ചീവ് ചെയ്യേണ്ട ഗോൾസ് എഴുതി വെക്കും. എനിക്ക് വേറെ പ്ലാനർ ഞാൻ പുതിയത് മേടിച്ചിട്ടുണ്ട്, അതിൽ ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ്. അങ്ങനെ എഴുതി വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇപ്പുറത്തെ പേജ് ഇങ്ങനെയൊന്നും വേണമെന്നില്ല കേട്ടോ, നമുക്ക് തന്നെ എഴുതാവുന്നേ ഉള്ളൂ. ഇങ്ങനത്തെ ഇതിൽ നമുക്ക് അതിനൊന്നും കൂടി ഞാൻ സ്പ്ലിറ്റ് ചെയ്യും. ഓരോ മാസം എത്ര വെച്ചിട്ട് അതിനെ നമുക്ക് കൂട്ടിക്കൊണ്ടുവരാം, ആ ഗോൾസ് എത്ര അച്ചീവ് ചെയ്യാം എന്നുള്ളത് എഴുതി വെക്കും. അത് ഈ യൂട്യൂബിന്റെ കാര്യത്തിൽ മാത്രമല്ല കേട്ടോ, നമ്മൾ പഠിക്കുന്ന ആളാണ്, അല്ല നമുക്കൊരു ജോലിയാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്, അതല്ല നമുക്ക് ട്രാവലിങ്ങിന്റെ കാര്യത്തിലാണെങ്കിൽ പൈസ സേവ് ചെയ്യാവുന്ന കാര്യത്തിൽ എന്ത് തന്നെ ആയിക്കോട്ടെ, അതിന് നമുക്ക് ഒരു വർഷം എന്ന് പറഞ്ഞാൽ അതിനൊരു മെയിൻ ആയിട്ടുള്ള ഒരു ഗോള് വെച്ചിട്ടുണ്ടെങ്കിൽ അതിനെ മന്ത്ലി നമ്മൾ ഡിവൈഡ് ചെയ്യണം. ഓരോ മാസം എത്ര 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 വെച്ചിട്ട് നമുക്ക് അച്ചീവ് ചെയ്യാം എന്നുള്ളത് നമ്മൾ തീരുമാനിച്ചേ മതിയാവുള്ളൂ കേട്ടോ. ഇപ്പോൾ ഒരു സ്കില്ല് പഠിക്കുകയാണെങ്കിൽ തന്നെ, ഇപ്പോൾ നമ്മൾ സ്വിമ്മിങ് പഠിക്കുന്ന ഒരാളാണ് ഉദ്ദേശിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു മാസം കൊണ്ട് എനിക്കിതാ ഇത്ര സ്വിം ചെയ്ത് ഇത്ര മീറ്റർ, സ്വിമ്മിങ്ങിനെ കുറിച്ച് അറിയില്ല കേട്ടോടാ, ഞാൻ ഇങ്ങനെ പറയാണ്, അത്ര വേണം. അല്ലെങ്കിൽ പാട്ട് പഠിക്കാൻ ഉദ്ദേശിക്കുന്ന, ഡാൻസ് പഠിക്കാൻ, മന്ത്ലി ആയിട്ട് സ്പ്ലിറ്റ് ചെയ്യണം. മന്ത്ലി ഗോളിനെ നമ്മൾ എഗെയിൻ റാൻഡം ആയിട്ട് വീക്ക്ലി ഗോളായിട്ട് സ്പ്ലിറ്റ് ചെയ്യണം. ഒരാഴ്ച മെയിൻ ആയിട്ട് ചെയ്തു തീർക്കേണ്ട കാര്യങ്ങൾ, അതിനകത്ത് നമ്മുടെ വീട്ടിലെ കാര്യങ്ങളും പെടും കേട്ടോ. അതായത് ഇപ്പൊ നമുക്ക് വീട്ടില് മെയിൻ ആയിട്ട് ഒരു മീൽ പ്ലാനിങ് ഒക്കെ ഉണ്ട്. ഒരാഴ്ച എന്തൊക്കെ കുക്ക് ചെയ്യണം, മെയിൻ ആയിട്ട് വേണ്ട കാര്യങ്ങൾ. ജോലിയിൽ എന്താണ് നമുക്ക് മെയിൻ ആയിട്ട് അച്ചീവ് ചെയ്യേണ്ട കാര്യം, നമുക്ക് എന്തെങ്കിലും ഹോബി ഉണ്ട്, ഗാർഡനിങ് ആണ്, അതാണെങ്കിൽ എന്താ നമുക്ക് ചെയ്യേണ്ടത്. ഇതൊക്കെ ഭയങ്കര ഓവറായിട്ട് തോന്നുന്നുണ്ടോ? ഇങ്ങനെ തന്നെ വേണമെന്ന് ഞാൻ പറയില്ല, പക്ഷെ ഞാൻ സിമ്പിൾ ആയിട്ടൊരു കാര്യം പറയാം കേട്ടോ. നമ്മള് സക്സസ്ഫുൾ ആയിട്ടുള്ള ആരെ നോക്കിയാലും, അത് ഏത് തരത്തിലാണെങ്കിലും, അതിപ്പോൾ പേഴ്സണൽ ലൈഫിലാണെങ്കിലും അല്ല കരിയർ വൈസ് ആണെങ്കിലും, ഒരു ബേസിക് ഡിസിപ്ലിൻ ഇല്ലാത്ത ഒരാള്, അങ്ങനെ ഭയങ്കര ഒഴുക്കൻ മട്ടിലുള്ള ആളുകൾ ഉണ്ടാവില്ലേ,
എന്ന് വെച്ചാൽ ഞാൻ പറയണ ഒന്നിനെ കുറിച്ച് ബോധം, അങ്ങനത്തെ ആളുകൾക്ക് ഒരു പോയിന്റിലെത്താൻ പാടാടാ. മേ ബി നമുക്ക് തോന്നുമായിരിക്കും അവർ ഭയങ്കര ഒഴുക്കം മട്ടില്ലാന്ന്, പക്ഷെ അവരുടെ തലയിൽ ഒരു പ്ലാൻ ഉണ്ടാവും, അവർ അതിനുവേണ്ടി വർക്ക് ചെയ്യുന്നുണ്ടാവും. വർക്ക് ചെയ്യാണ്ടൊന്നും അങ്ങനെ എവിടെയും എത്താൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അതുകൊണ്ട് ഞാൻ ഫോളോ ചെയ്യുന്ന ഒരു കാര്യമാണ് കേട്ടോ പറയണം. വീക്ക്ലി നമ്മൾ ഏകദേശം ഒരു പ്രയോറിറ്റി എന്താന്ന് നോക്കിയതിന് ശേഷം പിന്നെ വേണ്ടത് ഡെയിലി പ്ലാൻ ആണ്. ഇതിനൊന്നും അധികം സമയം എടുക്കില്ല കേട്ടോ, ഞാൻ ചെയ്യുന്നതാണ് ഇത്. എന്റെ കാര്യം അറിഞ്ഞൂടാ, ഞാൻ എപ്പോഴും എളുപ്പത്തിൽ ചെയ്യുന്ന ഒരാളാണ്. അപ്പൊ അതുകൊണ്ട് ഇതൊന്നും സമയം എടുക്കുന്നതല്ല. പിന്നീട് നമുക്ക് വേണ്ടത് ഡെയിലി പ്ലാൻ ആണ്. അതൊന്നുമില്ല, രാവിലെ എനിക്കും നമ്മൾ കോഫി കുടിക്കുക, അങ്ങനെ എന്തെങ്കിലും കുടിക്കുന്ന ഒരാളാണെങ്കിൽ അങ്ങനെ, അതല്ലെങ്കിൽ ഒന്നും ചെയ്യുന്നില്ലെങ്കിലും, അതായത് കുടിക്കുകയും കഴിക്കുകയും ഒന്നും വേണ്ടെങ്കിലും എണീക്കാം, ഒരു 5 minutes to 10 minutes നമുക്കായിട്ട് കരുതി വെക്കാം. എന്നിട്ട് അന്ന് ചെയ്യേണ്ട കാര്യങ്ങളൊന്ന് എഴുതി വെക്കാം. അതിലെ ടോപ്പ് പ്രയോറിറ്റിയുള്ള കാര്യം ആദ്യം തന്നെ എഴുതി വെക്കുക എന്നുള്ളതാണ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. ഇപ്പം എനിക്കാണെങ്കിൽ ഇപ്പോൾ ഷൂട്ട് ഉണ്ടെങ്കിലും എപ്പോഴും ഇങ്ങനത്തെ ചിറ്റ് വീഡിയോ, മേക്കപ്പ് വീഡിയോസ് ഒക്കെ ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ്. അതേസമയം സ്പോൺസർ വീഡിയോ ഉണ്ടെങ്കിൽ എനിക്ക് ഭയങ്കര മടിയാണ്. അപ്പം ഞാൻ എന്ത് ചെയ്യുന്നറിയോ, ഏറ്റവും ലാസ്റ്റ് ഇപ്പം ഡെഡ് ലൈൻ നമുക്ക് തരും, 10ാം തീയതിയാണ് ഡെഡ് ലൈൻ എന്ന് വിചാരിച്ചോളൂ. ഞാനിത് എടുക്കുന്നത് സ്പോൺസർ വീഡിയോയുടെ കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത്, പ്രോഡക്റ്റ് ഒക്കെ ട്രൈ ചെയ്ത് ഒക്കെ നമുക്ക് സെറ്റ് ചെയ്ത് കിട്ടിയത് 5ാം തീയതിയാണ്. അപ്പം 5 ദിവസം ഉണ്ട്. അപ്പൊ ഞാൻ ഈ 5 ദിവസത്തിൽ എനിക്ക് ഇഷ്ടമല്ലാത്തൊരു കാര്യമാണല്ലോ ഇത് ഷൂട്ട് ചെയ്യാന്നുള്ളത്. അപ്പൊ ഞാൻ ഇങ്ങനെ വെച്ച് 10ാം തീയതി രാവിലെ പെടഞ്ഞ് ഷൂട്ട് ചെയ്യാണ് ചെയ്യുക. അപ്പൊ അതെനിക്ക് മനസ്സിലായി. അത് കഴിഞ്ഞ വർഷം വരെ അങ്ങനെയായിരുന്നു, അതായത് 2023 വരെ അങ്ങനെയായിരുന്നു. ഈ 2024 ഐ മേഡ് ഷുവർ ദാറ്റ് അങ്ങനെ ഉണ്ടെങ്കിൽ ഞാനത് അന്നും ഞാൻ എഴുതി വെക്കുമായിരുന്നു. പക്ഷെ എനിക്ക് പറ്റാറില്ല കേട്ടോ ഓരോ കാര്യങ്ങളും കൊണ്ട്. ഈ വർഷം ഞാൻ കുറച്ചും കൂടി എനിക്ക് വേണ്ടി ടൈം കണ്ടെത്തിയ കാരണം കുറച്ചും കൂടി എനിക്കൊരു സപ്പോർട്ട് സിസ്റ്റം ഉണ്ട് ഇപ്പോൾ. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ എനിക്ക് പാലക്കാട് കൊണ്ടാക്കാം, അത്യാവശ്യം അവധിയുള്ള സമയമാണെങ്കിൽ അത്യാവശ്യം അമ്മ ഏൽപ്പിക്കാൻ പറ്റും. അങ്ങനെയുള്ള ഒരു സപ്പോർട്ട് സിസ്റ്റത്തിലേക്ക് ഞാൻ കൊണ്ടുവന്ന കാരണം എനിക്ക് പറ്റുന്നുണ്ട് കുറച്ചും കൂടിയൊക്കെ. എനിക്ക് മനസ്സിലാവട്ടോ അങ്ങനത്തെ ഒരു സപ്പോർട്ട് സിസ്റ്റം ഇല്ലാത്ത ആളുകൾക്ക് എനിക്ക് നന്നായി മനസ്സിലാവും. കാരണം ഞാൻ 5-6 വർഷം അത് അനുഭവിച്ചിട്ടുള്ള ഒരാളാണ്. നല്ല പാടാണ്, അങ്ങനെ നല്ല കഷ്ടപ്പാടാണ്. പക്ഷെ നമ്മൾ കൂടുതൽ എഫേർട്ട് ഇടുക എന്നുള്ളതല്ലാണ്ട് നമുക്ക് വേറെ വഴിയില്ല. എന്തായാലും അപ്പൊ ഈ വർഷം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ അത് തന്നെ ടോപ്പ് പ്രയോറിറ്റിയിൽ ഇടും. ഇപ്പൊ 5ാം തീയതി തന്നെ ഞാൻ അത് ഷൂട്ട് ചെയ്ത് അപ്രൂവൽ കിട്ടി, 5 6 ഉണ്ടെങ്കിൽ ആ സമയത്ത് തന്നെ ഷൂട്ട് ചെയ്ത് റെഡി ആക്കി വെക്കും. ഇപ്പോൾ ഒരു ഇൻസ്പയർഡ് ലുക്ക് ഉണ്ടെങ്കിൽ ആ കാര്യങ്ങളൊക്കെ പെട്ടെന്ന് ചെയ്ത് അങ്ങനെ എനിക്ക് പ്രയോറിറ്റൈസ് ചെയ്യാൻ പറ്റാറുണ്ട് കേട്ടോ. അതെനിക്കൊരു നല്ല കാര്യമായിട്ട് തോന്നിയിട്ടുണ്ട്. അതുപോലെ തന്നെ നമുക്കൊരു ഫോക്കസ് വേണം. നമുക്ക് എന്താണ് അത് ഞാൻ പറയില്ലേ, പ്രയോറിറ്റി അതാണെങ്കിൽ ആ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം തന്നെ ചെയ്തു തീർക്കാന്ന്. ഇപ്പൊ നമുക്ക് ജോലിയിൽ ഇന്ന കോഡിംഗ് ആണ് നമുക്ക് ചെയ്തു തീർക്കേണ്ടതെന്ന് വെച്ചാൽ അത് തന്നെ ഫസ്റ്റ് ചെയ്തു തീർക്കാനുള്ള ഒരു മനസാന്നിധ്യം നമുക്ക് വേണം. നമുക്ക് ഇഷ്ടമുള്ള വേറെ കാര്യങ്ങളുണ്ടാവും, നമ്മൾ ഡിസ്ട്രാക്ട് ചെയ്യാൻ 100 കാര്യങ്ങളുണ്ടാവും, നമ്മൾ അതിന്റെ പിന്നാലെ പോകാണ്ടിരിക്കട്ടോ. പിന്നെ എനിക്ക് തോന്നുന്നു എനിക്ക് വർക്കൗട്ട് ആയിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ചൊക്കെ മൾട്ടി ടാസ്കിങ് എനിക്ക് നന്നായിട്ട് വർക്കൗട്ട് ചെയ്തിട്ടുണ്ട്. ഇപ്പം ഞാൻ ത്രെഡ്മില്ലിൽ വാക്ക് ചെയ്യണം, ഞാൻ വാക്ക് ചെയ്യുന്ന സമയത്ത് എൻ്റെ എന്റർടൈൻമെന്റിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ഞാൻ കേൾക്കും. അല്ലെങ്കിൽ എനിക്ക് എന്തെങ്കിലും പഠിക്കാൻ വേണമെങ്കിൽ അത് കേൾക്കും ഞാൻ. അതെനിക്ക് നന്നായിട്ട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പൊ എനിക്ക് ത്രെഡ്മില്ലിൽ നടക്കാൻ എനിക്ക് ഇഷ്ടമാണ്. അതുകൊണ്ട് അങ്ങനെ ഒരു കാര്യം എനിക്ക് ഹെൽപ്ഫുൾ ആയിട്ട് തോന്നിയില്ല. അതുപോലെ നമുക്ക് കുക്ക് ചെയ്യുന്ന സമയത്ത് ഞാൻ സീരീസ് എന്തെങ്കിലും കണ്ടിട്ടാണ് കുക്ക് ചെയ്യുക. എനിക്ക് മൾട്ടി ടാസ്ക് ചെയ്യാന്ന് പറയില്ല, രണ്ടും കൂടി അങ്ങ് നടന്നു പോക്കോളൂ. അല്ലെങ്കിൽ അത് ഭയങ്കര കഷ്ടപ്പാടായിട്ട് ഫീൽ ചെയ്യും. നമുക്ക് ഒറ്റൊരു കാര്യം ഇങ്ങനെ ചെയ്യുമ്പോൾ ബോറിംഗ് ആയിട്ട് ഫീൽ ചെയ്യും. ചില കാര്യങ്ങൾ എഡിറ്റ് ചെയ്യുമ്പോൾ എനിക്ക് അത്ര ശ്രദ്ധ വേണ്ടാത്തതാണെങ്കിൽ എഗെയിൻ ഞാൻ അങ്ങനെ ചെയ്യാറുണ്ട്. എല്ലാ ജോലികൾക്കും നമുക്ക് അങ്ങനെ ചെയ്യാൻ പറ്റിയെന്ന് വരില്ല. ചെയ്യാൻ പറ്റുന്ന ജോലികൾക്ക് നമുക്കങ്ങനെ ഇച്ചിരി രസകരമായിട്ട് ചെയ്യാൻ പറ്റിയാൽ നല്ലതാണ്. പിന്നെ നമുക്ക് നമ്മുടെ ഒരു അതായത് കുറച്ചൊരു സോഷ്യൽ ലൈഫിന് വേണ്ടിയിട്ടും സമയം കണ്ടെത്തുക എന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് കേട്ടോ. അത് നമ്മളെ ആസ് ഹ്യൂമൻ ബീയിങ്സ് നമ്മളെ ബെറ്റർ ആക്കും. നമ്മളിങ്ങനെ പറയില്ലേ മനുഷ്യന്മാരൊന്നും വിശ്വസിക്കാൻ പറ്റില്ല, മനുഷ്യന്മാർ അങ്ങനെയാണ്, അങ്ങനെയൊന്നുമല്ല. എല്ലാ മനുഷ്യന്മാരും കുറെ മനുഷ്യന്മാരൊക്കെ നല്ലതൊക്കെ തന്നെയാണ്. വലിയ എക്സ്പെക്ടേഷൻസ് ഒന്നും ഇല്ലാണ്ട് ഓരോ ആളുകളിലായിട്ട് മിങ്കിൾ ചെയ്യുക ആൻഡ് എങ്ങനെ ഗോ വിത്ത് ദ ഫ്ലോ അങ്ങനെ പറയില്ലേ നമ്മൾ. അങ്ങനെ അങ്ങ് പോയി കഴിഞ്ഞാൽ കാര്യങ്ങൾ കുറെ കൂടിയൊക്കെ സ്മൂത്ത് ആണെന്ന് എനിക്ക് തോന്നുന്നു. എന്താണ് നിങ്ങളുടെ അഭിപ്രായം? എന്താണ് 2025 ഇപ്പൊ റെസൊല്യൂഷൻസ് എന്ന് ഞാൻ പറഞ്ഞിട്ട് എനിക്കിപ്പോ പ്രത്യേകിച്ച് അങ്ങനെ റെസൊല്യൂഷൻസ് എന്ന് പറയാൻ ഇതിനകത്ത് ഒന്നുമില്ല. എൻ്റെ കരിയർ ഡെവലപ്പ് ചെയ്യുക. പക്ഷെ മേക്കപ്പ് പ്ലാൻ ഞാൻ ഇതേപോലത്തെ പ്ലാൻ ഇപ്പൊ ഉണ്ടാക്കാൻ പോവാണ്. ഇങ്ങനെ ലൈക്ക് മെയിൻ ആയിട്ട് ആനുവൽ ഗോൾസ്, പിന്നെ മന്ത്ലി, പിന്നെ ഈ ആഴ്ചത്തേക്ക് എന്തൊക്കെയാ ചെയ്യേണ്ടത് എന്നുള്ള കാര്യങ്ങൾ അങ്ങനെ ഞാൻ സ്പ്ലിറ്റ് ചെയ്ത് ചെയ്യാൻ പോവാണ്. അങ്ങനെ എഴുതും. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കുറച്ചുകൂടി പ്രയോറിറ്റൈസ് ചെയ്യുക, ഫോക്കസ് ചെയ്യുക, കുറച്ച് മൾട്ടി ടാസ്ക് ചെയ്യുക, നല്ല സോഷ്യൽ ആ ഒരു ഇതുണ്ടാവുക, ഒരു കണക്ഷൻ ഉണ്ടാവുക, പിന്നെ ഹെൽത്ത് നോക്കുക,
ഇതൊക്കെ ആകുമ്പോൾ നമുക്ക് നമ്മുടെ സന്തോഷം നമ്മൾ തന്നെ കണ്ടെത്തണം. അത് ഞാൻ എപ്പോഴും പറയും, സ്ത്രീ ആയതുകൊണ്ട് അത് പാടില്ല എന്നൊക്കെ പറയുന്നവർ പലരും ഉണ്ടാവും. അങ്ങനെ അതൊന്നും കേൾക്കണ്ട. അതല്ല ഇതിന്റെ ശരി എന്ന് പറയണം. നിങ്ങൾക്ക് വേണ്ടത് ചെയ്യാനുള്ള അവകാശം നിങ്ങൾക്ക് ഉണ്ട്. ഒന്നിന് തടസ്സമല്ല. ഒരു അമ്മ ആയതുകൊണ്ട് ശരിയാണ്, എല്ലാ റെസ്പോൺസിബിലിറ്റീസും ഉണ്ട്. അതിൽ നിന്നുകൊണ്ട് നമുക്ക് പറ്റാവുന്ന കാര്യങ്ങൾ ചെയ്യാം. അത് ഏറ്റവും ചെറിയ കാര്യമായിക്കോട്ടെ, എന്നാലും കുഴപ്പമില്ല. അതിൽ ഞാൻ പറയണ ബെയർ മിനിമാണ് ഈ വർക്ക്ഔട്ട് എന്ന് പറയുന്നത്. നിങ്ങൾക്ക് ഡാൻസ് ഇഷ്ടം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന് പോവാലോ, അല്ലെങ്കിൽ വീട്ടിൽ തന്നെ ഇരുന്ന് ചെയ്യാലോ. എന്തെങ്കിലുമൊക്കെ ഇപ്പൊ ന്യൂ ബോൺ ബേബി ഉള്ളവർക്കാണെങ്കിൽ ഇതിലൂടെ ഒക്കെ കടന്നു വന്നതിന് ശേഷമാണ് കേട്ടോ ഞാൻ പറയുന്നത്. ഞാൻ പറയുന്ന പല കാര്യങ്ങളും എനിക്ക് ചെയ്യാൻ പറ്റാത്തതും അതല്ലെങ്കിൽ ഞാൻ ചെയ്യാൻ ശ്രമിച്ച് പരാജയപ്പെട്ട കാര്യങ്ങൾ ഉണ്ടാവും. ഇപ്പൊ ഞാൻ അത് ചെയ്തിട്ട് അനുഭവിക്കുന്ന സന്തോഷമുണ്ട്. അങ്ങനെ ഒരുപാട് കാര്യങ്ങളല്ലേ. ഇപ്പൊ ലവ് യു ഓൾസോ സോ മച്ച്. താങ്ക്സ് എ ലോട്ട് ഫോർ ഓൾ ദ സപ്പോർട്ട്. എനിക്കത് എത്ര പറഞ്ഞാലും മതിയാവില്ല കേട്ടോ. എന്നെ ഒരുപാട് സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഇത്ര കാലമായിട്ട് എൻ്റെ കൂടെ നിന്നിട്ടുണ്ട്. എൻ്റെ ഫാമിലി ആയിട്ട് എന്നെ എനിക്ക് എപ്പോഴും ഫീൽ ചെയ്തിട്ടുണ്ട്. ഇപ്പോഴാണ് എനിക്ക് കൂടുതൽ കണക്ഷൻ ഫീൽ ചെയ്യാനുള്ള കാരണം എന്താ വെച്ചാൽ, എപ്പോഴും ഞാൻ തൃശ്ശൂരായതുകൊണ്ട് നമ്മൾ കാണും, സംസാരിക്കും. കൊച്ചിയിൽ പോകാറുണ്ട്, അപ്പോൾ കാണും, സംസാരിക്കും. ഇടയ്ക്കിടയ്ക്ക് ഞാൻ കോഴിക്കോട് പോകാറുണ്ട്. ഞാൻ ഈ അടുത്ത് പിന്നെ കണ്ണൂർ പോയിട്ടുണ്ടായിരുന്നു. അങ്ങനെ പല സ്ഥലത്ത് പോയി നമ്മളെപ്പോഴും മീറ്റ് ചെയ്യുകയൊക്കെ ചെയ്യുമ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷം. തായ്ലാൻഡിൽ പോയിട്ട് ഞാൻ ഒരു തമിഴ് സംസാരിക്കുന്ന പെൺകുട്ടികളെ കണ്ടിട്ടുണ്ടെങ്കിൽ ഭയങ്കര സന്തോഷമായത്. അപ്പൊ അങ്ങനെ എനിക്ക് എപ്പോഴും ആ സ്നേഹം, നന്ദി, കടപ്പാട് എന്നും ഉണ്ട്. ലവ് യു ഓൾസോ സോ മച്ച്. ബൈ. ഹാപ്പി ന്യൂ ഇയർ.